ഇവിടെ നിങ്ങൾ ഈ ശാസ്ത്രത്തെ ശ്രവണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചാതുർവർണ്ണയത്തെക്കുറിച്ച് ഭഗവാൻ പറയുമ്പം അതിന് ഇങ്ങനെ ഒരു തലമുണ്ട്. അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലാത്ത ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇത് പറയുകയാണെങ്കിൽ അതിനും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അവിടെ ആരും മോശക്കാരെന്നോ ആരും വലിയ കേമന്മാരെന്നോ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നാണ് ഉണ്ടായത്, ക്ഷത്രിയൻ കൈകളിൽ നിന്നാണ് ഉണ്ടായത്, പിന്നെ തുടയിൽ നിന്ന് വൈശ്യനും കാലിൽ നിന്ന് ശൂദ്രനും എന്ന് പറയുമ്പം കാലില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇതിലേതെങ്കിലും മോശമായിട്ടുള്ളതുണ്ടോ? ഈ ശരീരത്തിൽ തന്നെ ഈ ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാറ്റിലും ഇതും കാണാം. ഈ കാര്യം പറയാതെ സ്വാമിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. പൂർവന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു പോക്ക് പോകാം. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. ഇനി സമ്പ്രദായ വിരുദ്ധാവുന്നുമില്ല. ശരി, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിഹി നസ ബധ്യതേ. ഈ തുടർന്ന് വരുന്ന ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കർമാണി കർമ്മങ്ങൾ മാം എന്നെ ന ലിംബന്തി എന്നിൽ സ്പർശിക്കുന്നില്ല. കർമ്മങ്ങൾ ഒരിക്കലും എന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മെ കർമ്മം സ്വാധീനിക്കാൻ നാം ഇട കൊടുക്കരുത്. നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല, ശരിക്കും സ്വാധീനിക്കുന്നില്ല. ഈ സത്യം അറിയണം നമ്മൾ. അതിനുവേണ്ടിയാ ഇത് പറയുന്നത്. മേ കർമ്മഫലേ സ്പൃഹ ന, അതുകൊണ്ട് എനിക്ക് കർമ്മഫലത്തിൽ സ്പൃഹ ആഗ്രഹം ഇല്ല. അതിനാൽ തന്നെ എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവും ഇല്ല. അത് വേണം നമുക്ക്. നമ്മളെപ്പോഴും പ്രസന്റിലായിരിക്കണം എന്ന് പറയാം. പ്രസന്റ് എന്ന് വിടുമ്പോഴാണ് നമ്മൾ ഭൂതഭാവിയിലേക്ക് പോകുമ്പോഴാണ് ഈ വർത്തമാനത്തെ നഷ്ടമാവുന്നത്. വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ ഭംഗിവാക്കൊക്കെ പറയാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടൊക്കെ നമ്മൾ ഈ പ്രസന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കളയും. അത്ഭുതം തോന്നിപ്പോവും. ഭാര്യ ഭർത്താവിനോട് പരാതി പറഞ്ഞു. എന്താ പരാതി? നോക്കൂ, എത്രയായാലും എനിക്ക് ഇതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത്. എന്താ നീ പറയൂ, കാര്യം പറയൂ. എന്നാലും നിങ്ങൾ ഓർത്തില്ലല്ലോ. നീ പറയൂ, എന്താണ്? ഇന്ന് എന്റെ പിറന്നാളല്ലേ. അതവര് വിഷയതില്ല. അദ്ദേഹമാണ് ഈ ഗീതയൊക്കെ പഠിച്ച ആള്, ഗംഭീരനാണ്. മൂപ്പര് പറയാണല്ലോ, നോക്കൂ ദയവേത് നീ അത് മാത്രം എന്നെ ഓർമ്മിപ്പിക്കരുത്. നിനക്ക് പ്രായാവുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ടാണ്. നീ വിചാരിച്ചു അറിയാഞ്ഞിട്ടാണെന്ന്? അല്ല, എനിക്കത് ഓർക്കാം. നീ എന്നും അജോവിസൻ അഭ്യാത്മ, നീ ആ നിത്യമാണ്, നിത്യ സർവശഃ. എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എന്താണ്? പ്രസന്റിലാണ്. അപ്പം നമേ കർമാണി ന ലിംബന്തി, എന്നെ അത് സ്പർശിക്കുന്നില്ല. എനിക്കതിൽ ന സ്പൃഹ, എനിക്ക് ആഗ്രഹവും ഇല്ല. ഇതി മാം, ഇപ്രകാരം എന്നെ യഹ അഭിജാനാതി, യാതൊരുവൻ അറിയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണെന്ന് മനസ്സിലായിക്കൊള്ളൂ. ആരാണ് ഇപ്രകാരം എന്നെ അറിയുന്നത്? എങ്ങനെ? എനിക്ക് കർമ്മം എന്നെ ബന്ധിക്കുന്നില്ല, കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹമില്ല, കർമ്മഫലങ്ങൾ എന്നെ ഒരു പ്രകാരത്തിലും സ്വാധീനിക്കുന്നില്ല എന്ന് യഹ മാം അഭിജാനാതി, ആരറിയുന്നു? സഹ, അവൻ കർമ്മഭിഹി, കർമ്മങ്ങളാൽ ന ബധ്യത, ബന്ധിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ അറിയുന്നവൻ കർമ്മത്തിൽ ബന്ധിക്കുന്നില്ല. ഭഗവാനെ അറിയാന്ന് പറഞ്ഞാൽ ആരെ അറിയാം? ഞാൻ എന്നെ അറിയുക. ഇതാണ് ഞാൻ ഭഗവാനെ അറിയല്ലോ. അപ്പൊ ഈ കർമ്മം, ജ്ഞാനം, ഇതിലേതാണ് മോക്ഷത്തിന് ഹേതു? ഇതാണ് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സംശയം. അപ്പൊ കർമ്മം ചെയ്താലും മോക്ഷം കിട്ടില്ലേ?
അപ്പൊ ജ്ഞാനമാണോ? ഏതാണ്? ഇപ്പൊ വാസിഷ്ഠമൊക്കെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. വാസിഷ്ഠത്തിലെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അതന്നെയാ, മോക്ഷസ്യ കാരണം കർമ്മവാ ജ്ഞാനം വാ മോക്ഷസാധനം? ചോദിക്കണു. ഉഭയം വാ വിനിശ്ചിത്യ ഏകം കഥയ കാരണം. ഏകം കഥയ കാരണം. ഏകം, ഒന്നിനെ പറഞ്ഞു തരൂ. എന്താ പറയേണ്ടത്? മോക്ഷമാണോ അതോ വാ കർമ്മമാണോ? ജ്ഞാനം വാ. മോക്ഷത്തിന് കാരണം കർമ്മമാണോ ജ്ഞാനമാണോ? ഏതാണ് കാരണം? ഒന്ന് പറഞ്ഞു തരൂ. ഏതെങ്കിലും ഒന്നിനെ പറഞ്ഞു തരൂ. എന്താ മോക്ഷം കിട്ടാൻ വേണ്ടത്? കർമ്മമാണോ അതോ അറിയലാണോ? അവിടെ എന്താ ഋഷി കൊടുക്കുന്ന ഉത്തരം ഇതാണ്. ഉപാഭ്യാമേവ പക്ഷാഭ്യാം യഥാഖേ പക്ഷിണാം ഗതി തദൈവ ജ്ഞാനകർമ്മഭ്യാം ജായതേ പരമം പദം. വളരെ ഗംഭീരായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. എന്താ പറയണത്? ഉപാഭ്യാമേവ പക്ഷാഭ്യാം യഥാഖേ പക്ഷിണാം ഗതി. യഥാഖേ പക്ഷിണാം ഗതി. എങ്ങനെയാണോ ആകാശത്തില് പക്ഷിയുടെ ഗതിക്ക് ഉപാഭ്യാമേവ ഇരുചിറകുകൾ ലക്ഷ്യത്തെ സാധിക്കുന്നതിന് അതിന് സാധൂകരിക്കുന്നത്, ഉപയോഗപ്പെടുന്നത്, തദൈവ ജ്ഞാനകർമ്മഭ്യാം, അതുപോലെ അറിവും കർമ്മവും ജായതേ പരമം പദം, ആ പരമപദത്തിലേക്ക് അവനെ കൊണ്ടുപോകും. രണ്ട് ചിറകുകളാണ്. അതുകൊണ്ട് ഒരു ചിറകുമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമില്ല. അതുകൊണ്ട് കർമ്മം, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മം. അപ്പൊ കർമ്മത്തെ തന്നെ ഭഗവാൻ പറയും. എന്നാൽ അതിൽ സംഘം വന്നാൽ ചിറകൊടിഞ്ഞു എന്ന് പറയാം. ഒന്ന് മാത്രമായതുകൊണ്ട് കാര്യമില്ല. ഈ രണ്ട് ചിറകുകളിൽ വേണം പോവാൻ. തുടർന്ന് ഇപ്രകാരം അറിഞ്ഞ് പറയണം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഃ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഃ അപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. അതുകൊണ്ട് ഭഗവാൻ ഒരു ഉപദേശിക്കുന്നു അർജുനനെ. അർജുന, ഏവം ജ്ഞാത്വ, ഇപ്രകാരം അറിഞ്ഞിട്ട്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അറിഞ്ഞിട്ട് നീ എന്താ വേണ്ടത്? പൂർവൈഹി, പൂർവന്മാർ, മുൻപുള്ളവർ, ജനകാദയ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിന്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ പണ്ടുള്ള മഹാത്മാക്കള് അവരാരായിരുന്നു? മുമുക്ഷുഭിഹി, അവര് മോക്ഷേച്ഛുക്കളായിരുന്നു. നതു ഭോഗൈഹി, ഭോഗത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അവര് നിലകൊണ്ടത് എന്ന് പറയാം. മുമുക്ഷുക്കളായിരുന്നു. എങ്ങനെയാണോ മുമുക്ഷുഭിഹി കർമ്മകൃതം, അവർ കർമ്മം ചെയ്യപ്പെട്ടത്, അതുപോലെ നീയും. തസ്മാത്, അതുകൊണ്ട്, ത്വം അപി, നീയും, പൂർവതരം കൃതം കർമ്മയേവ കുരു, നീയും എന്തൊക്കെയാണോ പണ്ടു ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ നീയും കർമ്മം ചെയ്യാൻ തയ്യാറാകും. അതുകൊണ്ട് അച്ഛൻ ചെയ്തതൊക്കെ മകൻ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. എന്നെയോ അച്ഛൻ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മകൻ ചെയ്യണം എന്നല്ല, അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രേയസ്കരമായിട്ടുള്ള കർമ്മങ്ങൾ, ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയാണോ പൂർവികന്മാര് അനുഷ്ഠിച്ച് മാതൃക കാണിച്ചത് അതേപോലെ നീയും കർമ്മങ്ങൾ ചെയ്യാൻ നീ തയ്യാറാകണം എന്ന് പറയുന്നു. ഇനി ഭഗവാൻ ഈ കർമ്മ സിദ്ധാന്തത്തെ വീണ്ടും അവതരിപ്പിക്കുക. അതാണൊന്ന് ബോധിപ്പിക്കേണ്ടത്. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യത്തെ ശുഭാത്. കിം കർമ്മ കിം അകർമ്മ ഇതി കവയഃ അപി അത്ര മോഹിതാഃ തത് തേ കർമ്മ പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. കിം കർമ്മ കിം അകർമ്മ. കർമ്മ കിം, എന്താണ് കർമ്മം? കിം അകർമ്മ, എന്താണ് അകർമ്മം? ഇതില് അത്ര, ഈ വിഷയത്തില് ഇവിടെ കവയഃ അപി മോഹിതാഹ, കവികൾ പോലും മോഹിതാഹ, മോഹിച്ചിട്ടുണ്ട്. അപ്പൊ നീ മോഹിച്ചുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കവികൾക്ക് ഈ വിഷയത്തിൽ മോഹം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
എന്താണ് കർമ്മമെന്നും എന്താണ് കർമ്മമെന്നും എന്താണ് അകർമ്മമെന്നും അവർ മോഹിച്ചിട്ടുണ്ട്. പറയണു, യത് ജ്ഞാത്വ, യത് യാതൊന്നിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് അശുഭാത് മോക്ഷ്യസേ, അശുഭത്തിൽ നിന്നും മോചിക്കുമോ അതിനെ തത് കർമ്മ, ആ കർമ്മത്തെ തേ നിനക്ക് അഹം പ്രവക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അർജുന, നിനക്ക് ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നീ പേടിക്കണ്ട. അതെ, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കവികൾക്ക് പോലും, കവികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണക്കെടുക്കരുതേ, കവികളുടെ കണക്ക്. ഓഹോ, അത് ശരി, അപ്പൊ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? അങ്ങനെയല്ല. കവികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായിട്ടുള്ളവര്, ജ്ഞാനികൾ എന്നല്ല, ഈ വിഷയത്തില് മുൻപോട്ട് വന്നിട്ടുള്ളവർക്ക് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗതീതി കവി എന്നാണ്, ജ്ഞാനി തന്നെയാണ് കവി എന്ന് പറഞ്ഞാൽ. അവരിൽ സംശയം ഉണ്ടായിട്ടുണ്ട് കർമ്മത്തിനെ കുറിച്ചും അകർമ്മത്തെക്കുറിച്ചും. ഏതായാലും ഏതൊന്ന് കേട്ടാൽ, ഏതൊന്ന് അറിഞ്ഞാൽ നീ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും മോചിതനാകുമോ, അശുഭത്തിൽ നിന്നും മോചിതനാകുമോ, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം. പൂർവന്മാർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. അത് ഈ സംശയം ഉണ്ടാവുന്നത് വളരെ മോശമായിട്ടുള്ള ആളുകൾ എന്നല്ല. ആരൊക്കെയാണ്? കവികൾക്ക് പോലും ഇതിൽ സംശയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം എന്താണ് അറിയേണ്ടത്, എന്താണ് ബോധിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയാം. തുടർന്ന് ഈ കർമ്മസിദ്ധാന്തം ഭഗവാൻ വളരെ വേറൊരു പ്രകാരത്തിൽ അർജുനനെ ബോധിപ്പിച്ചു കൊടുക്കാം. നോക്കാം. കർമ്മണോ ഹ്യപി ബോധവ്യം, ബോധവ്യം ച വികർമ്മണഃ, അകർമ്മണശ്ച ബോധവ്യം, ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ ഹി അപി ബോധവ്യം, ബോധവ്യം ച വികർമ്മണഃ, അകർമ്മണഃ ച ബോധവ്യം, ഗഹന കർമ്മണഃ ഗതി. കർമ്മണഃ, കർമ്മണഃ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ സ്വരൂപം ബോധവ്യം, അറിയേണ്ടതാണ്. ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു കർമ്മത്തിന്റെ സ്വരൂപം നാം അറിയേണ്ടതാണ്. നമുക്കതുപോലും അറിയില്ല എന്താണ് കർമ്മം. നമ്മളെ സംബന്ധിച്ച് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, ഇങ്ങനെ കർമ്മങ്ങൾ പലതുണ്ട്. കർമ്മം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരണം. അതിനൊക്കെ ഓരോരോ തലങ്ങളുണ്ട്. അപ്പൊ കർമ്മം എന്നതിന് കർമ്മയോഗത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു ചലനം എന്ന്. ആ ചലനം 5 വിധം എന്ന് പറഞ്ഞു, ഉത്ക്ഷേപണം, അവക്ഷേപം എന്നുള്ളത്. തുടർന്ന് ഈ കർമ്മം കൊണ്ട് സാധിക്കാവുന്നതിനെക്കുറിച്ചും പറഞ്ഞു. എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഉത്പാദ്യം, ആപ്യം, വികാര്യം, സംസ്കാര്യം ഇത്യാദി കാര്യങ്ങൾ അല്ലേ? നമുക്ക് ഉത്പാദിപ്പിക്കാം, അതുപോലെ നമുക്കൊരു എത്തിച്ചേരാം, നമുക്ക് സംസ്കരിക്കാം, വിപരീതം എന്താ പറയാ, അതിനെ പരിണമിപ്പിക്കാം. ഇതൊക്കെ പറഞ്ഞുവല്ലോ. പിന്നെ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം, ഇതും കർമ്മമാണ്. സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരബ്ധ കർമ്മം. അപ്പൊ ഈ കർമ്മം എന്ന് കേൾക്കുമ്പം ഇതെല്ലാം ഓർമ്മ വരണം. എവിടെ, എന്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കർമ്മത്തിന്റെ സ്വരൂപം അറിയണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറിയണം. കർമ്മം, കർമ്മഫലം, അതിൽ നമ്മുടെ പങ്ക്. ഇപ്പൊ നമ്മൾ വളരെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ നിന്നിട്ടാണ് കർമ്മവും കർമ്മഫലവും അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പലതും വേണം. നമ്മളതിന് എന്തൊക്കെയാ ചെയ്യുന്നത്? കുട്ടി ജനിച്ചു, ശരി, ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി അതിനെ ഊണ് കൊടുത്തു. പിന്നെ എന്താ വേണ്ടത്? പേരിടാം, ഭഗവാന്റെ പേരിനിട്ടു, ശരി. ഇനി അവന് പരീക്ഷയിൽ പഠിക്കുന്നത് മോശമാണല്ലോ, അവന് മാർക്ക് കുറയുന്നുണ്ട്, അതിനിപ്പോ എന്താ വേണ്ട? അതിനും പരിഹാരം എന്തെങ്കിലും ചെയ്തു. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്തു. എന്നിട്ട് പലരും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. ചിലത് ശരിയാവുന്നു, ചിലത് ശരിയാവുന്നില്ല. അപ്പൊ എന്താ കർമ്മം, എന്താ കർമ്മഫലം? അപ്പൊ ഈ കർമ്മത്തിന്റെ അതെന്തുകൊണ്ട്, ഇതെന്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ മുഴുവൻ ബോധിക്കണം. അതിന്റെ സ്വരൂപം അടി മുതൽ മുടി വരെ എന്തെന്നറിയണം. അതാണ് ഭഗവാൻ ആദ്യം പറയുന്നത്. കർമ്മണഃ ബോദ്ധവ്യം, അത് ബോദ്ധവ്യം എന്നാ പറയുന്നത്, ബോധിക്കണം. രണ്ടോ, വികർമ്മണഃ ബോദ്ധവ്യം,
വികർമ്മത്തെയും അറിയണം. എന്തൊക്കെയാണ് കർമ്മം, വികർമ്മം എന്നൊക്കെ പറയാൻ പോവുകയാണ് ഭഗവാൻ. വികർമ്മണ ബോദ്ധവ്യം. ശരി, ഇനി എന്താ അറിയേണ്ടത്? അകർമ്മണ ബോദ്ധവ്യം. അകർമ്മത്തെയും നീ ബോധിക്കണം. കർമ്മത്തെ ബോധിക്കണം, വികർമ്മത്തെ ബോധിക്കണം, അകർമ്മത്തെ ബോധിക്കണം. എന്തുകൊണ്ടെന്നാൽ കർമ്മണ ഗതിഹി, കർമ്മത്തിന്റെ പോക്ക് ഗഹനമാണ്. നീ വിചാരിക്കേണ്ട, അത് വളരെ എളുപ്പമാണ്. കർമ്മത്തിന്റെ പോക്ക് ഗഹനം. അതുകൊണ്ടാണ് കവയഃ അത്ര മോഹിതാഹ എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞത്. അത് ഗഹനമാണ്. അതുകൊണ്ട് അതിനെ നന്നായി അറിയേണ്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. കർമ്മത്തിന്റെ എന്താ പറയുക, ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. നോക്കാം. കർമ്മണ്യകർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മണി അകർമ്മ യ പശ്യേത് അകർമ്മണി ച കർമ്മയഃ പശ്യേത് സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. യഹ യാതൊരുവൻ കർമ്മണി കർമ്മത്തിൽ. ഇവിടെ യഹ കർമ്മണി എന്ന് പറഞ്ഞാൽ യാതൊരുവൻ കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ശ്രദ്ധിക്കണം, കർമ്മമയമായ പ്രപഞ്ചത്തിൽ. കാരണം നിങ്ങളുടെ നോട്ടം കർമ്മമാണ്, ദൃഷ്ടി കർമ്മമാണ്. ആ ദൃഷ്ടിയിൽ കർമ്മഫലത്തെ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയായും. ആ കാഴ്ചയിൽ നമുക്ക് പല ഭാവങ്ങൾ ഉണ്ടാകുന്നു. ചില മാറുന്ന ദൃശ്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചനകൾ ഉണ്ടാകുന്നു. മാറാത്ത ദൃശ്യമാണെങ്കിൽ അത് സന്തോഷത്തെ തരുന്നു, അല്ലെങ്കിൽ സന്താപത്തെ തരുന്നു. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ യഹ കർമ്മണി എന്ന് പറഞ്ഞാൽ യാതൊരുവനാണോ കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ അകർമ്മ, എന്താണ് അകർമ്മത്തെ, അകർമ്മത്തെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ എന്നാണ്. ബ്രഹ്മത്തെ. അവിടെ എന്തില്ല? ചലനമില്ല. എല്ലാ ചലനത്തിനും അധിഷ്ഠാനം ചലിക്കാത്ത ഒന്നാണ്. അതെന്താണ്? ബ്രഹ്മമാണ്. എവിടെയാ പഠിച്ചത്? 3-ാം അധ്യായത്തില്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി സർവം യജ്ഞേ പ്രതിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബ്രഹ്മത്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആ ബ്രഹ്മം യജ്ഞത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അകർമ്മ എന്ന് പറഞ്ഞാൽ അകർമ്മത്തെ, ബ്രഹ്മത്തെ. ഇനി അകർമ്മണി അകർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ, കർമ്മച കർമ്മത്തെയും കർമ്മമയമായ പ്രപഞ്ചത്തെയും യഹ പശ്യേ ആര് കാണുന്നു? മനുഷ്യേഷു മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാൻ, അവൻ ബുദ്ധിയുള്ളവനാണ്. സഹ അവൻ കൃഷ്ണ കർമ്മകൃത്, കർമ്മത്തിന്റെ പൂർണ്ണതയെ അറിഞ്ഞവനാണ്. സയുക്ത അവൻ യോഗിയാണ്. ഇവിടെ യഹ കർമ്മണി എന്ന് പറഞ്ഞാൽ യാതൊരുവൻ കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ശ്രദ്ധിക്കണം, കർമ്മമയമായ പ്രപഞ്ചത്തിൽ. കാരണം നിങ്ങളുടെ നോട്ടം കർമ്മമാണ്, ദൃഷ്ടി കർമ്മമാണ്. ആ ദൃഷ്ടിയിൽ കർമ്മഫലത്തെ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയായും. ആ കാഴ്ചയിൽ നമുക്ക് പല ഭാവങ്ങൾ ഉണ്ടാകുന്നു. ചില മാറുന്ന ദൃശ്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചനകൾ ഉണ്ടാകുന്നു. മാറാത്ത ദൃശ്യമാണെങ്കിൽ അത് സന്തോഷത്തെ തരുന്നു, അല്ലെങ്കിൽ സന്താപത്തെ തരുന്നു. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ യഹ കർമ്മണി എന്ന് പറഞ്ഞാൽ യാതൊരുവനാണോ കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ അകർമ്മ, എന്താണ് അകർമ്മത്തെ. അകർമ്മത്തെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ എന്നാണ്. ബ്രഹ്മത്തെ. അവിടെ എന്തില്ല? ചലനമില്ല. എല്ലാ ചലനത്തിനും അധിഷ്ഠാനം ചലിക്കാത്ത ഒന്നാണ്. അതെന്താണ്? ബ്രഹ്മമാണ്. എവിടെയാ പഠിച്ചത്?
3-ാം അധ്യായത്തില് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി സർവം യജ്ഞേ പ്രതിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബ്രഹ്മത്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആ ബ്രഹ്മം യജ്ഞത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അകർമ്മ എന്ന് പറഞ്ഞാൽ അകർമ്മത്തെ, ബ്രഹ്മത്തെ. ഇനി അകർമ്മണി, അകർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ, കർമ്മച്ച, കർമ്മത്തെയും കർമ്മമയമായ പ്രപഞ്ചത്തെയും യഹ പശ്യേ, ആര് കാണുന്നു? മനുഷ്യേഷു, മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാൻ, അവൻ ബുദ്ധിയുള്ളവനാണ്. സഹ, അവൻ കൃഷ്ണകർമ്മകൃത്, കർമ്മത്തിന്റെ പൂർണ്ണതയെ അറിഞ്ഞവനാണ്. സയുക്ത, അവൻ യോഗിയാണ്. പഞ്ചദശിയിൽ അലാദ പ്രകരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകരണമുണ്ട്. അലാദ പ്രകരണത്തിൽ ഇതിന്റെയൊക്കെ വേറൊരു ഡയമെൻഷൻ എന്താ പറയുക, നമ്മുടെ വിദ്യാരണ്യ സ്വാമികൾ അവതരിപ്പിക്കുന്നുണ്ട്. അലാദ പ്രകരണം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി പ്രകരണം എന്നാ. എന്താ സ്വാമി തീക്കൊള്ളി എന്ന് പറഞ്ഞാൽ, ഒരു തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ കറക്കിയാൽ എന്തുണ്ടാവും? ഒരു വൃത്തം ഉണ്ടാവും. തീക്കൊള്ളി അവിടെ കാണില്ല, പിന്നെയോ പകരം ഒരു വൃത്തം ഇങ്ങനെ കാണാം. ദൂരെ നിന്ന് ഒരാൾ ചൂട്ട് വീശും. പണ്ട് ഈ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ ചൂട്ട് കിട്ടിയാൽ ഇങ്ങനെ വീശും. ചൂട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇല്ലേ? അറിയില്ലേയും വിട്ടേക്കും. കമ്പിത്തിരി കറക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കമ്പിത്തിരി, ഈ ഒരു വിഷുക്കാലത്തൊക്കെ കയറ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും ഇല്ലേ? അതിന്റെ അത് കത്തിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അലാദ പ്രകരണം, അതാണ് അലാദ പ്രകരണം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി പ്രകരണം. ആ അഗ്നിയുടെ വൃത്തമുണ്ടാകുന്നു. വൃത്തം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എന്നാ വൃത്തം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കർമ്മ സിദ്ധാന്തത്തെ മറ്റൊരു പ്രകാരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കാഴ്ചയാണ്. ഇവിടെ പറയുന്നു, ഒരു കാഴ്ചയെ പറയാണ്. നമ്മുടെ കർമ്മയോഗം എന്ന് പറയുന്നതിന്റെ വേറൊരു തലമാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭഗവാൻ ഇവിടെ പറയുന്നത് കർമ്മമയമായ പ്രപഞ്ചത്തിൽ, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു ശാസ്ത്രകാരൻ, ഒരു ശാസ്ത്ര വിദ്യാർത്ഥി ഈ വിശ്വത്തെ നോക്കുമ്പം അവൻ എന്താ കാണുന്നത്? എനർജി, ഊർജം, ഊർജ താണ്ഡവം അല്ലേ? എല്ലാം ആറ്റങ്ങളാണല്ലോ. ആറ്റങ്ങൾക്ക് എന്താ പറയാ, നിശ്ചലമായ ഒരു ഭാവമുണ്ടോ? ഇല്ലല്ലോ. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇതിൽ ഓടുന്നവനും നിൽക്കുന്നവനും കറങ്ങുന്നവനെയും ഒക്കെ അറിയാലോ. അപ്പൊ ഈ ആറ്റങ്ങളുടെ സംഘാതമാണ് വസ്തുക്കള്. അപ്പൊ ഇത് നിശ്ചലമായി നിലകൊള്ളുന്നുവെങ്കിലും അവന്റെ ജ്ഞാനദൃഷ്ടിയാൽ അവൻ എന്ത് കാണുന്നു? ഇതിലെ ഇളക്കത്തെ കാണുന്നു. എന്നാൽ അതിന്റെ ഇളക്കമില്ലായ്മയെയും കാണുന്നുണ്ട്. ഇതുപോലെ ജ്ഞാനി കർമ്മമയമായ പ്രപഞ്ചത്തിൽ കർമ്മമില്ലായ്മയാകുന്ന ബ്രഹ്മത്തെ യഹ പശ്യേത്, ആര് കാണുന്നു? അതേപോലെ ആ കർമ്മത്തിന്റെ സ്പർശമില്ലാത്ത ബ്രഹ്മത്തിൽ കർമ്മത്തെ, ചലനത്തെ യഹ പശ്യതി, ആര് കാണുന്നു? പശ്യേത്, കാണുന്നു. മനുഷ്യേഷു, മനുഷ്യന്മാരിൽ എല്ലാവരും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. മനുഷ്യേഷു, വളരെ ദുർലഭം കേസ്. അവനാരാണ്? ബുദ്ധിമാൻ, കുറച്ച് ബുദ്ധിയുണ്ട്. അവനെന്താണ്? കൃഷ്ണകർമ്മകൃത്, കർമ്മത്തിന്റെ രഹസ്യം മുഴുവൻ ചുരുളഴിച്ചവനാണ് അവൻ. അതുകൊണ്ട് കൃഷ്ണകർമ്മകൃത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കർമ്മത്തെ ചെയ്യുന്നവൻ. അവനറിയാം. അതെങ്ങനെയാ ഇപ്പൊ കാണല്ലോ? ഒരു ഉദാഹരണം, വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണമാണ്, എപ്പോഴും ഉദാഹരിക്കാറുള്ളതാണ്. ട്രെയിനിൽ പോകുന്ന സമയത്ത് നിന്നു ട്രെയിന്, നിന്ന് ട്രെയിന് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഇളകിയപ്പോൾ നമ്മുടെ ട്രെയിന് ഇളകിയത് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഫ്ലൈറ്റ് എത്ര വേഗത്തിലാണ് പോകുന്നത്? എത്രയോ വേഗതയിലല്ലേ പോകുന്നത്. ഒരു ഇപ്പൊ ഇതൊക്കെ എന്താ പറയാ, നമ്മൾ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞു ഒരു പ്രത്യേക ഒരു 10-20 ഒരു അരമണിക്കൂർ അവർ ഭക്ഷണമൊക്കെ കൊണ്ടുതരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുവരെ ഒരു കുലുക്കൊക്കെ ഉണ്ടാവും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകാശത്ത് നിർത്തിയിട്ട പോലെ ഉണ്ടാവില്ല ഇത്. നമുക്ക് ടേബിളിന്റെ മുന്നിൽ വെച്ച് നമ്മൾ നല്ല അടിച്ച് വീക്കണു, ഒരു പ്രശ്നവുമില്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേഘക്കൂട്ടങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതെന്താ നീങ്ങാത്തതെന്ന് തോന്നും. പക്ഷെ ബുദ്ധി കൊണ്ടറിയാം എത്രയോ വേഗതയിൽ ഇത് എന്താ മിനിറ്റുകളിൽ അത്യധികം വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആരറിയുന്നു? അകർമ്മത്തിൽ കർമ്മത്തെ യഹ പശ്യേത് ബുദ്ധിമാൻ. ബുദ്ധിയില്ലാത്തവൻ പറയണേ ഇത് നിർത്തിയിട്ടിരിക്കാം. കാരണം നിർത്തിയിട്ടതുകൊണ്ടല്ല ഇവൻ ഇവിടുന്ന് ഡൽഹിയിലെത്തിയതെന്ന് അവനറിയാം. അതുകൊണ്ട് ആ ബുദ്ധി സാമാന്യമുള്ളത് കൊണ്ട് എന്തായാലും ഇത് പോകുന്നുണ്ട്. ആകാശത്ത് അങ്ങനെ നിർത്തിയിടാനുള്ള സൗകര്യമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട്. പക്ഷെ അവിടെ നമ്മുടെ നേത്രത്തിനൊരിക്കലും ഇത് കുതിച്ചു പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാലോ ബും,
എത്രയോ വേഗതയിൽ പറയും, അതിൽ ഇത്ര വേഗതയിൽ പോയിക്കൊണ്ടിരിക്കണം. ചില കട്ടിയായ മേഘക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ ഓട്ടോറിക്ഷ പോകുന്ന പോലെയൊക്കെ ഒന്ന് തോന്നും. പിന്നെ അത് തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഒന്നും അറിയില്ല. പക്ഷെ അതിൽ അറിയുന്നു നമ്മൾ അത് പോകുന്നുണ്ട്. ഇപ്പൊ പുതിയ ലിഫ്റ്റുകളൊക്കെ, ഗവൺമെന്റ് ആശുപത്രിയിലെ ലിഫ്റ്റല്ല, അതിൽ പോയി കഴിഞ്ഞാൽ പേടിയാവും. അത് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് സംശയം. പുതിയ ലിഫ്റ്റ് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ടോ, ഇത് പോകുന്നുണ്ടോ മോനെ, അമ്മ ചോദിക്കുക മോനോട്. അതമ്മേ പോകുന്നുണ്ട്, ഒന്നും കാണാനില്ല, അതിൽ ശബ്ദമൊന്നുമില്ല, ചെറിയ ലൈറ്റായിട്ട് എന്തോ മ്യൂസിക്കൊക്കെ അങ്ങനെ വെച്ചിരിക്കണം. പിന്നെ 5, 6, 7 എന്നൊക്കെ എഴുതി കാണിക്കുന്നതുകൊണ്ട് 5ാമത്തെ നില എത്തി, 6ാമത്തെ, അതൊക്കെ മായ്ച്ചു കളഞ്ഞാലോ ആളുകൾക്ക് വട്ടുപിടിക്കും. അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഒരു സൂചനയുണ്ട് അത് പോകുന്നുണ്ട്, ഒരു ഹേരോ മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ. പക്ഷേ നമ്മുടെ അനുഭവം എന്താണ്? അനുഭവം നിശ്ചലം. താഴേക്ക് വരുമ്പം യന്ത്രവിജ്ഞാനിൽ നിന്ന് വരുന്ന പോലെയാണോ? പഴയ ലിഫ്റ്റ് അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ലിഫ്റ്റ് അങ്ങനെയല്ല, പുതിയത്. പഴയ ഈ ക്ലാപ്സർ ഗേറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ ആളുകളെ കാണാം അല്ലേ? അപ്പൊ തലവേദനയൊക്കെ ഉണ്ടാവും കൂടുതൽ, അങ്ങനെ അങ്ങനെയൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു പ്രത്യേക തലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായി മാറും. ഇപ്പൊ ഗാമോ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഗാമോ ബാഗ് എന്ന് പറഞ്ഞാൽ കൈലാസത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ശ്വാസസംബന്ധമായ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഗാമോ ബാഗിനകത്താക്കും. ബലൂണാണത്. ഗാമോ ബാഗിനകത്ത് പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെ പോയതുപോലെയാണ്. അതിന് കൃത്രിമമായിട്ടൊരു അന്തരീക്ഷത്തെ അവിടെ ഉണ്ടാക്കുകയാണ്. ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ചുറ്റും വായുമണ്ഡലമാണ്, ഒരു പ്രത്യേക വായുമണ്ഡലം. കംപ്രസർ വെച്ച് അടിച്ചു കയറ്റുകയാണ്. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഗാമോ ബാഗിലേക്ക്. നമ്മൾ കൈലാസത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും ഗാമോ ബാഗ്. അപ്പൊ നമ്മൾ ഗാമോ ബാഗിൽ ഇതുവരെ സ്ഥിരമായിട്ട് ഗാമോ ബാഗിൽ പോകുന്നവരാണോ? അല്ലല്ലോ. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇതെന്താ എന്റെ അനുഭവം? ഇതുവരെ എന്റെ അനുഭവം എന്താണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മയോട് വഴക്ക് പറയുക, എന്നിട്ട് ചായ കുടിക്കുക, പിന്നെ ജോലിക്ക് പോവുക. ഇങ്ങനെ ഒരു എന്താ പറയുക, എത്രയോ വർഷങ്ങളായി നിരന്തരം ചെയ്തു വരുന്ന കുറെ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പുതിയ സംഭവങ്ങൾ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ശരീരത്തിനെ തന്നെ പലതിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അപ്പം ബുദ്ധി കൊണ്ടറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭഗവാൻ കർമ്മയോഗമായി അല്ലെങ്കിൽ കർമ്മത്തിന്റെ രഹസ്യമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ ആരാണോ അകർമ്മത്തെ കാണുന്നത്, കർമ്മങ്ങളൊന്നുമില്ലാത്ത ആ ബ്രഹ്മത്തിൽ ആരാണോ ചലനങ്ങളെ കാണുന്നത്, ചലനത്തിൽ ചലനവും, ചലനത്തിൽ അചലവും, അചലത്തിൽ ചലനവും. അതുകൊണ്ടാണ് ഉപനിഷത്തിനെ ഭഗവാൻ ഒന്നുകൂടെ ലളിതമാക്കിയതാണ്. തദേജതി തത് ന ഏജതി, അതിളകുന്നു അതിളകുന്നില്ല. തദ്ദൂരെ തദന്തികെ, അത് ദൂരത്താണ് അതടുത്താണ്. തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ, അത് ഉള്ളിലാണ് അത് പുറത്താണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വട്ടാണ് എന്ന്. അതിളകുന്നു അതിളകുന്നില്ല. എന്താ സ്വാമി ഇത് അങ്ങനെയല്ലേ? അത് ഇളകുന്നു ഇളകുന്നില്ല. തദ്ദൂരെ തദന്തിക, അത് ദൂരെയാണ് അതടുത്താണ്. ഇതെല്ലാം നമുക്ക് തോന്നുന്നതാ. ചിലത് ദൂരെയാണെന്ന് തോന്നും, അതേസമയം അത് അടുത്താണ്. ഒരു സീനറി നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ സീനറിയിൽ കാണുന്ന ഓരോന്നും, അതിലൊരു തടാകം നമുക്ക് വേണമെങ്കിൽ തൊടാം, അടുത്ത് തടാകം, ആ തടാകത്തിനോട് ചേർന്നുകൊണ്ട് പുൽത്തകിടി, ആ പുൽത്തകിടിക്ക് പിറകിലായിട്ടൊരു വീട്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം, ആ കയറ്റത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ റെയിൽവേ ട്രാക്ക്, ആ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്ത് മലകള്, വലിയ മലകള്, ആ മലകളുടെ അപ്പുറത്ത് കുറെ മരങ്ങൾ, അതിന്റെയും പിറകിൽ വേറെ കുറെ മലകള്, അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുമ്പോൾ ആ ദൂരെ സൂര്യൻ എവിടെ? തതു അന്തികെ. ഈ പേപ്പറിൽ എല്ലാം നിലകൊള്ളുന്നത് പോലെ അത് നിലകൊള്ളുന്നത്. പക്ഷേ നമുക്ക് തോന്നുന്നു വളരെ ദൂരെയാണ്. ഈ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള വിദേശ കാർഡുകളൊക്കെ ഉണ്ടല്ലോ, ദൂരം തോന്നിക്കുന്ന അല്ലേ? ഒരേ കാർഡാണ്, അത് ഇളക്കുന്ന സമയത്തൊക്കെ തോന്നലുകളാണ്. നമുക്കറിയാം അതങ്ങനെ ദൂരത്തൊന്നുമല്ല എന്ന്. ആരാ അറിയുന്നത്? സബുദ്ധിമാൻ, മനുഷ്യേഷു ബുദ്ധിമാൻ. ഇതുപോലെ ലോകത്തിലെ കർമ്മങ്ങളെ നിങ്ങൾ കാണണം. ഭഗവാൻ ഇത് നിർത്തുന്നില്ല, ഇതൊരു തുടർച്ചയാണ്.
കർമ്മയോഗത്തിന്റെ വേറൊരു ഭാവം. നമുക്കിതിനെ വിസ്തരിച്ച് കാണേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് ചാതുർവർണ്ണ്യത്തെ നോക്കേണ്ടത്. വളരെ രസമാണ്. ശ്രദ്ധിക്കുക, ഗീത ഏതെങ്കിലും ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയാനോ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നതല്ല. ഇതിൽ 13-ാം അധ്യായത്തില് 13-ല് അതുപോലെ 17-ലൊക്കെ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ജന്മം കൊണ്ടുണ്ടായിട്ടുള്ളവരെ കുറിച്ചല്ല. പക്ഷേ എന്താണ് സ്വാമിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളൊക്കെ അതിൽ നിലകൊള്ളുന്നുണ്ട്. അത് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയുള്ളൂ കാര്യം. ഇതൊരു വലിയ എത്രയോ വർഷങ്ങളായിട്ട് തുടർന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം ഓരോരുത്തരും ജനിച്ച കുലം ശ്രേഷ്ഠം തന്നെയാണ്, ഒന്നും മോശമില്ല. പിന്നെ നാം നമ്മുടെ സഹചർക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ചുറ്റുപാടിന് നൽകുന്നത് എന്താണെന്ന്, അതൊക്കെയാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ പറയും, വളരെ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ഇരിക്കണം. അപ്പൊ അതിനകത്ത് എന്തോ ലായനിയുണ്ട്. കണ്ടപ്പം വിചാരിച്ച് വേഗം എടുത്ത് കുടിക്കാം. അപ്പോഴേ ഒരാൾ പറഞ്ഞത് സയനൈഡാണെന്ന്. പുറത്ത് കാണുമ്പം വളരെ ഗംഭീരമാണ്, പക്ഷെ ഉള്ളിൽ എന്താണ്, കഴിച്ച അപ്പ തട്ടിപ്പോകുന്നു പറയുക. അതേസമയത്ത് മണ്ണിന്റെ ഒരു പാത്രമുണ്ട്, ഈ ലോട്ട, അകത്ത് തേനാണ് ഇരിക്കുന്നത്. പുറത്തെന്താണ്, വലിയ സൗന്ദര്യമൊന്നുമില്ല, പക്ഷെ അകത്ത് തേനാണ്. അകത്തിരിക്കുന്നത് എന്താണെന്ന്, അതിനാണ് പ്രാധാന്യം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജന്മം തന്ന അച്ഛൻ അമ്മ അവരെന്തുകൊണ്ടും ശ്രേഷ്ഠരാണ്, യോഗ്യരാണ്. അവർക്ക് ജന്മം കൊടുത്ത അവരുടെ അച്ഛനും അമ്മയും അവരേതൊരു ചുറ്റുപാടിലാണ്, ഏതൊരു കുലത്തിൽ, ഏതൊരു സമ്പ്രദായത്തിൽ വളർന്നോ അതൊക്കെ ശ്രേയസ്കരമാർന്നത് തന്നെയാണ്. അതുകൊണ്ട് അവരുടേത് ശരി ഇവരുടേത് ശരി എന്ന് വിഭജിക്കുന്നതേ തെറ്റ്. അതൊക്കെ വിട്ടേക്കൂ. അതിനൊന്നും ഇവിടെ ഒരു കാര്യവും ഇല്ല. പിന്നെ സ്വാമി ഇതൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെന്താണ്, ഇതെന്ത് പറ്റിയെന്ന്. അതുകൊണ്ട് മാത്രം പറഞ്ഞല്ലോ, ഈ ശ്ലോകം കഴിഞ്ഞ ഉടനെ വന്ന ശ്ലോകം, അടുത്ത ശ്ലോകം ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഓരോരുത്തർ ഓരോ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ വിമർശിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളെ വിമർശിക്കുന്നത് ഒന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ പോലെയല്ലല്ലോ അങ്ങ് പറയുന്നത് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാം? സ്വാമിജി പറഞ്ഞ ഒരു ചുറ്റുപാട്, സ്വാമിജി ഏത് കാലത്ത് ആരോടാ പറഞ്ഞത്? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, സ്വാമിജിയുടെ യജ്ഞശാലയിൽ ഇരിക്കുന്നവരല്ല ഇന്നിവിടെ. അതിലുണ്ടാവും, ചിലരൊക്കെ ഉണ്ടാവും. ഏതൊരു കണ്ണുകൾ നോക്കിയിട്ടാണോ ചിന്മയാനന്ദ സ്വാമികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, അതല്ല ഇന്നിവിടെ. അപ്പോ കാലത്തിന് ഓരോരോ അതുകൊണ്ട് സ്വാമിജി പറഞ്ഞതിനെ നേരെ വിപരീതമായിട്ട് നമ്മൾ പറയുന്നു എന്നാണോ? ഒരിക്കലും അല്ല. അങ്ങനെ മനസ്സിലാക്കി കളയരുത്. അപ്പൊ ഓരോ ആചാര്യനും, ചിന്മയ മിഷനിൽ തന്നെ ആചാര്യന്മാര്, അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷനിൽ, ഏത് സമ്പ്രദായത്തില് ഗീത അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തലങ്ങളെ അവർക്ക് നൽകുന്ന ഗീതയുടെ ഒരു മഹത്വം അതാണ്. അപ്പൊ അത് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതാണ്. ഏത് പ്രകാരത്തിലാണ് നമ്മെ അത് അനുഗ്രഹിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാമിജി ഒരുക്കി വെച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ സ്വാമിജി നോക്കി പറഞ്ഞിട്ടുള്ളത്, ആ കാലവും ദേശവും ഒക്കെ വേറെയാണ്. ഋഷി പറഞ്ഞതുപോലെയല്ല ഇപ്പൊ നമുക്ക് പറയേണ്ടി വരുന്നത്. കാലം വേറെയാണ്, ദേശവും വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളതിലൊന്നും അധികം ഈ ചാതുർവർണ്ണ്യത്തിന്റെ ഉള്ള കിതാബുകൾ മുഴുവൻ നിരത്തി വെച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ശങ്കരാചാര്യർ മുതൽ പറഞ്ഞത്. ആചാര്യസ്വാമികൾക്കും പറയാനുണ്ട്. പക്ഷേ നമ്മൾ ഗീത തുടർച്ചയായിട്ട് മനനം ചെയ്തു വരുന്ന ഒരു സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ സംശയം നമ്മൾ നിങ്ങളുടെ മുൻപിൽ വെച്ചത്, ഇതെങ്ങനെ ശരിയാവും എന്നത് നമ്മുടെ ഒരു സംശയം. എന്നാ ശരി സ്വാമിക്ക് ഈ സംശയം നീങ്ങിയോ? നമുക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ജാതീയമായിട്ടുള്ള സമ്പ്രദായത്തിൽ നിന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ഒരു കാര്യമേ അല്ല ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വാമിയുടെ ഊന്നൽ മുഴുവൻ ഞാനതിന്റെ കർത്താവും അകർത്താവും എന്ന ഭഗവാനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ കർമ്മയോഗിയാവാം? ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ് അധ്യായം. അല്ലാതെ ഈ വർണ്ണസമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നതേ അല്ല. അതുകൊണ്ട് സ്വാമിക്ക് ഇത് പറയേണ്ടി വരുന്നതിൽ എന്താ പറയാ, വിഷമമുണ്ട്. നമുക്കിത് പറയാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇതിനാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത് ഭഗവാൻ.
അതുകൊണ്ട് എന്താണ്? നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ ബിജാനാതി കർമ്മഭിർ നസ ബദ്ധ്യതേ. തുടർന്ന് പറഞ്ഞ ശ്ലോകമാണ്. നോക്കൂ എന്താ? കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല, അതുപോലെ തന്നെ കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെ യാതൊരുവനാണോ എന്നെ അറിയുന്നത് അവനോ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. തുടർന്ന് ഭഗവാൻ പറഞ്ഞു എന്താണ്? ഇതറിഞ്ഞ് നീ കർമ്മം ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. ഇതറിഞ്ഞിട്ട് ഏവം ജ്ഞാത്വ പൂർവൈഹി മുമുക്ഷുഭിഹി കർമ്മകൃതം, പൂർവന്മാരായിട്ടുള്ള സുഹൃതികള് പൂർവസൂരികള് കർമ്മം ചെയ്തിട്ടുണ്ട് അർജുന. അതുകൊണ്ട് നീയും നീയും പൂർവതരം കൃതം കർമ്മ ഏവ ഗുരു, നീയും അത് ചെയ്യാൻ തയ്യാറാവും. ഈ തയ്യാറാകുന്നതിന് മുൻപ് നീ എന്തറിയണം? കിം കർമ്മ കിം അകർമ്മ, കർമ്മമെന്ത് അകർമ്മമെന്ത്. കവയഹ അഭി അത്ര മോഹിതാഹ, കവികളും ജ്ഞാനികളും ഒക്കെ ഈ വിഷയത്തിൽ മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തത് തേ അഹം പ്രവക്ഷ്യാമി, ഞാൻ നിനക്കതിനെ ഒന്നുകൂടെ സംഗ്രഹിച്ച് അവതരിപ്പിക്കാൻ പോവുക. ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വാമി തന്റെ ഇടത്തോടുകൂടി പറയും. ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത് എന്ന വിഷയത്തെയാണ്. യാതൊന്നറിഞ്ഞാൽ എല്ലാ അശുഭത്തിൽ നിന്നും നീ മോചിതനാകുന്ന, ജാതീയ വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞാൽ നീ ഒരു കാലത്തും ഇതിൽ നിന്നൊന്നും മോചിതനാകാൻ പോകുന്നില്ല. നീ വീണ്ടും ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം, അതിന് ഹേതുവായി തീരുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഭഗവാൻ ഇവിടെ പറയുന്നത് യാതൊന്നറിഞ്ഞാലാണോ യാതൊന്ന് ഉൾക്കൊണ്ടാലാണോ എല്ലാ അശുഭങ്ങളിൽ നിന്നും നീ മോചിതനാകുന്നത്, അതിനെക്കുറിച്ച് ഞാനിതാ നിനക്ക് സംഗ്രഹിച്ചു പറഞ്ഞു തരാം. അതാ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വാമി തന്റെ ഇടത്തോടുകൂടി പറയും. ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത് എന്ന വിഷയത്തെയാണ്. യാതൊന്നറിഞ്ഞാൽ എല്ലാ അശുഭത്തിൽ നിന്നും നീ മോചിതനാകുന്ന, ജാതീയ വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞാൽ നീ ഒരു കാലത്തും ഇതിൽ നിന്നൊന്നും മോചിതനാകാൻ പോകുന്നില്ല. നീ വീണ്ടും ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം, അതിന് ഹേതുവായി തീരുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഭഗവാൻ ഇവിടെ പറയുന്നത് യാതൊന്നറിഞ്ഞാലാണോ യാതൊന്ന് ഉൾക്കൊണ്ടാലാണോ എല്ലാ അശുഭങ്ങളിൽ നിന്നും നീ മോചിതനാകുന്നത്, അതിനെക്കുറിച്ച് ഞാനിതാ നിനക്ക് സംഗ്രഹിച്ച് പറഞ്ഞു തരാം. അതാ ഭഗവാൻ പറയുന്നത്. പറഞ്ഞു എന്താ നീ അറിയേണ്ടത്? കർമ്മണഃ ഹി അപി ബോദ്ധവ്യം, കർമ്മത്തെ നീ അറിയണം. അതുപോലെ വികർമ്മണഃ ച ബോദ്ധവ്യം, വികർമ്മത്തെയും നീ അറിയണം. എന്താണ് കർമ്മം, എന്താണ് വികർമ്മം പറയാം. അകർമ്മണഃ ബോദ്ധവ്യം, അകർമ്മത്തെയും നീ അറിയണം. എന്തുകൊണ്ടെന്നാൽ കർമ്മണഃ ഗതി ഗഹന, കർമ്മത്തിന്റെ ഗതി ഗഹനമാണ്. അപ്പം ബോദ്ധവ്യം എന്ന് പറഞ്ഞാൽ ബോദ്ധം യോഗ്യം. ബോദ്ധം യോഗ്യം എന്ന് പറഞ്ഞാലോ അറിയാൻ കൊള്ളാവുന്നത്. വാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ, ബാക്കിയൊന്നും അറിയാൻ കൊള്ളാവുന്നതല്ല. ബോദ്ധവ്യം, ബോധിക്കേണ്ടത്, അറിയണം. എന്തൊക്കെയാണ് അറിയേണ്ടത്? കർമ്മം, വികർമ്മം ഇത്യാദി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ വീണ്ടും നമുക്ക് ഈ ശ്ലോകത്തിൽ ഇവിടെ വരുന്ന സമയത്ത് കർമ്മത്തെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്ന് കർത്തവ്യ ഭാവത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങൾ, രണ്ട് ഈ കർത്തൃത്വ ഭാവം ഇല്ലാത്തത്. അപ്പോ കർത്തൃഭാവം ഉള്ള കർമ്മങ്ങളും കർത്തൃഭാവം ഇല്ലാത്ത കർമ്മങ്ങളും. മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാക്കാൻ ശ്രമിക്കുക. കർത്തൃഭാവമുള്ള കർമ്മവും കർത്തൃഭാവം ഇല്ലാത്ത കർമ്മവും. അതിനെവിടെ പറഞ്ഞിരിക്കുന്നത് കർത്തൃഭാവം ഉള്ള കർമ്മത്തെ സദ്ഭാവകർമ്മം. ഓരോ പേരുകളാണ്. കർത്തൃഭാവമുള്ള കർമ്മത്തിന് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന പേര് സദ്ഭാവകർമ്മം എന്ന്. അതുപോലെ തന്നെ
കർത്തൃഭാവം ഇല്ലാത്തതിന് അസദ്ഭാവ കർമ്മം. അപ്പൊ കർമ്മത്തിന്റെ രണ്ട് പിരിവുകൾ, ഒന്ന് സദ്ഭാവകർമ്മവും ഒന്ന് അസദ്ഭാവകർമ്മവും. സദ്ഭാവകർമ്മം എന്ന് പറഞ്ഞാൽ കർത്തൃഭാവം ഉള്ളത്, അസദ്ഭാവകർമ്മം എന്ന് പറഞ്ഞാൽ കർത്തൃഭാവം ഇല്ലാത്തത്. ക്ലിയർ? ശരി. ഇനി ഇവിടെ പറയുന്നു, ഈ രണ്ട് കർമ്മങ്ങൾ തന്നെ സദ്ഭാവകർമ്മം, ഈ സദ്ഭാവകർമ്മത്തിന് ഇനി വീണ്ടും രണ്ട് പിരിവുകൾ. അതുകൊണ്ടാണ് ഇത് കർമ്മത്തിന്റെ ഗതി ഗഹനം എന്ന് പറയുന്നത്. ആദ്യം രണ്ടാക്കി, സദ്ഭാവവും അസദ്ഭാവവും. ആ സദ്ഭാവത്തിന്റെ രണ്ട് പിരിവുകളുണ്ട് എന്ന് പറയാം. സദ്ഭാവം എന്താണ്? രണ്ടായിട്ട് തീരുന്നു. അതെന്തൊക്കെയാണ്? കർത്തവ്യ കർമ്മവുമായിട്ടും, പിന്നെ അതെ, കർത്തവ്യ കർമ്മവും അകർത്തവ്യ കർമ്മവും. കർത്തവ്യത്തോട് കൂടിയിട്ടുള്ളതും അകർത്തവ്യത്തോട് കൂടിയിട്ടുള്ളതും. ഇതിനെയാണ് കർമ്മമെന്നും വികർമ്മമെന്നും പറയുന്നത്. ഇതാണ് കർമ്മം, വികർമ്മം. വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ്. അത് മനസ്സിലാക്കാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടോ? വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യരുതാത്തത്. കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പൊ സദ്ഭാവ കർമ്മത്തിൽ എന്തുണ്ട്? കർമ്മവും വികർമ്മവും, ചെയ്യേണ്ടുന്നതും ചെയ്യാൻ പാടില്ലാത്തതും. തുടർന്നിവിടെ ഈ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണാൻ പറയുന്നതിന് മുൻപായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാൻ. ഇതാണ് ഇതിലെ സാങ്കേതിക പദങ്ങളും അല്ലെങ്കിൽ അതിന്റെ ശൈലി, വേദാന്ത ശൈലി ഇതാണ്. കർമ്മം അകർമ്മം. ഇപ്പൊ നമ്മൾ 2-ാം അധ്യായത്തില് 40-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ അറിവോടുകൂടി കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേഹാതിക്രമനാശോസ്തി പ്രത്യവായോന്ന് വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താണ്? വിപരീതമായിട്ടുള്ള ഫലങ്ങൾ, കർമ്മഫലങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യവായ ദോഷവും, അതായത് വിപരീത ദോഷവും, മരുന്ന് മാറിയാൽ ഉണ്ടാകുന്നതും, കൃഷിയിൽ തുടർ നടപടികൾ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞുവല്ലോ. അതിനെയൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇങ്ങനെ 3-ൽ നിന്ന് 4-ലേക്കൊക്കെ പോവാൻ വേണം, ഒരു ഓർമ്മ വേണം. അപ്പൊ ഈ വികർമ്മവും അകർമ്മവും, അതുപോലെ സദ്ഭാവവും അസദ്ഭാവവും. ഇതില് അസദ്ഭാവം എന്ന് പറഞ്ഞാൽ കർത്തൃത്വഭാവമില്ലാത്ത കർമ്മം. ഈ അസദ്ഭാവ കർമ്മത്തെയാണ് നമ്മളിവിടെ എന്ത് മനസ്സിലാക്കേണ്ടത്? അകർമ്മം എന്ന് മനസ്സിലാക്കേണ്ടത്. അകർമ്മം എന്നറിയേണ്ടത് അവിടെയാണ്. ഇതെന്തെങ്കിലുമൊക്കെ മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, നമുക്ക് മുൻപിലേക്ക് വരുമ്പം സ്വാമി മനസ്സിലാക്കി തരാം. ഇത് അതിന്റെ ഈ വേദാന്ത രീതിയ പറയുമ്പം ഇതാണ് അതിന്റെ പൊരുളെന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, എന്താണ്? 18-ാമത്തെ ശ്ലോകം. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത. കർമ്മണി അകർമ്മ യഃ പശ്യേത്. കർമ്മണി കർമ്മയ പശ്യേത്, അതുപോലെ അകർമ്മണി കർമ്മജ യ പശ്യേത്. സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണ കർമ്മകൃത്. യഹ, യാതൊരുവനാണോ, യാതൊരാളാണോ, കർമ്മണി, നമ്മളിത് ഇന്നലെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, എന്നാലും അതിനെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇതിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുക്കേണ്ടുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇതെന്താണ്? ഗഹനമാണ് ഗതി. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇതിനെ മനസ്സിനെ വ്യാപരിക്കേണ്ടതുണ്ട് എന്ന് പറയാം, വ്യാപരിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ യഹ, യാതൊരുവനാണോ, കർമ്മണി, കർമ്മത്തിൽ. കർമ്മത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞു കർമ്മമയമായിട്ടുള്ള പ്രപഞ്ചത്തിൽ. അപ്പൊ കർമ്മമയമായ പ്രപഞ്ചത്തിൽ എന്ന് പറയുമ്പം യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്നാൽ ഇതിൽ വരാൻ പോകുന്നതാ അത്. അതിനെയൊക്കെ ഭഗവാൻ ഒന്നുകൂടെ പറയും. നമ്മുടെ എല്ലാ നോട്ടത്തിലും കേൾവിയിലും എല്ലാം കർമ്മണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ആദ്യത്തെ ധാരണയുണ്ടല്ലോ, ഈ കൈ അനക്കലും ഇളക്കലും ആണ് കർമ്മമെന്ന്, അത് വിട്ടേക്കും. ഇനിയോ, ഈ പ്രപഞ്ചമേ കർമ്മമയമാണ്.
അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും ചെയ്യുക, എടുക്കുക, കൊടുക്കുക, ഇത് മാത്രമല്ല. ഈ പ്രപഞ്ചം കർമ്മമയം. ആ കർമ്മമയമായ പ്രപഞ്ചത്തിൽ കർമ്മണി അകർമ്മത്തെയും കർമ്മമില്ലായ്മയെ, അതുപോലെ അകർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കർമ്മമില്ലാത്തത് എന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ. ഇതിപ്പോ സമഷ്ടിയുടെ കാര്യമാണ്. വ്യഷ്ടിയിലേക്ക് വരും, നമ്മിലേക്ക് വരുമ്പം ഈ ശ്ലോകത്തെ ആ രീതിയിൽ കാണണം. ആദ്യം ഇങ്ങനെ നോക്കാം. കർമ്മമയമായ പ്രപഞ്ചത്തിൽ ആരാണോ അകർമ്മത്തെയും, അതുപോലെ കർമ്മമില്ലാത്ത ബ്രഹ്മത്തിൽ കർമ്മത്തെയും പശ്യേത്, ആര് കാണുന്നു? ഇതാണ് കാഴ്ച. അതായത് കർമാകർമ്മ ദർശനം എന്നാണ് ഇതിന് പറയുക. ഈ ദർശനത്തിന് ഒരു പേര് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്താ ദർശനത്തിന്റെ പേര് എന്ന് ചോദിച്ചാൽ കർമാകർമ്മ ദർശനം. കർമ്മം അകർമ്മം ഇതിനെ കാഴ്ച. വളരെ ഓരോ കർമ്മചലനത്തിലും എന്ന് പറയുന്നത് തന്നെ ഈ ഭാഷയ്ക്ക് അതിന്റെ പരിമിതികളുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ചലനമാണ്. ഒന്നുകൂടെ വിസ്തരിക്കുകയാണ് അത്. അതായത് ഓരോ കർമ്മചലനത്തിലും ചലനരഹിതമായ എന്ന് പറയുമ്പം 2-ാം അധ്യായത്തിൽ പറഞ്ഞ അചലം, അവ്യയം, അച്യുതം എന്നൊക്കെ പേര്. ആ കർമ്മമില്ലാത്ത, കർമ്മരഹിതമായിട്ടുള്ള ആ ബോധം അല്ലെങ്കിൽ വസ്തു സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ആദ്യം അറിയേണ്ടുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താണ്? ഓരോ കർമ്മചലനത്തിലും, അതായത് ഓരോ ചലനത്തിലും എന്തുണ്ട്? ചലനരഹിതമായ ആ സദ്വസ്തു, ബോധം, ആത്മാ ഉണ്ട്. രണ്ടാമത് അറിയേണ്ടതോ, ഈ കർമ്മരഹിതമായ സദ്വസ്തുവില്, ബോധവസ്തുവിലാണ് ഓരോ ചലനങ്ങളും നടക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ലളിതമാക്കാൻ പറ്റില്ല. ഓരോ ചലനവും നടക്കുന്നത് എവിടെയാണ്? ഈ ചലനമില്ലായ്മയിലാണ്. ഇതൊരു സയൻസാണ്, ഫിസിക്സാണ്, ചലന നിയമമാണ്. എല്ലാ ചലനത്തിനും ചലിക്കാത്ത ഒരു അധിഷ്ഠാനം, ആധാരം ആവശ്യമാണ്. ഫാൻ കറങ്ങണമെങ്കിൽ അതിന്റെ റോഡ്, അത് ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലം കറങ്ങാൻ പാടില്ല. ട്രെയിൻ ഓടണമെങ്കിൽ റെയിൽ ഓടാൻ പാടില്ല. അപ്പൊ റെയിൽ ഓടിയാൽ ഡീറെയിലാവും എന്ന് പറയാം. അതിൽ അപകടം സംഭവിക്കും. ഏതെങ്കിലും ഒന്ന് നിശ്ചലമാവണം. നിശ്ചലമായതിലൂടെ മാത്രമേ ചലനം സാധിക്കുന്നുള്ളൂ. എന്നാൽ അതും ചലിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്, റെയിലിന്റെയും ട്രെയിനിന്റെയും കാര്യം. അപ്പൊ റെയിൽവേ ട്രാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചലനമുണ്ട്, അതിൽ തന്നെ ചലനമുണ്ട്. അപ്പൊ ഈ ചലനത്തിൽ ചലനമില്ലായ്മയും ചലനവും യഹ പശ്യേത്, ആര് കാണും? ഇതാണ് കാഴ്ച എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാന്റെ ചെയ്തികളിലൊക്കെ ഇത് കാണാം. അതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഭഗവാൻ പറഞ്ഞല്ലോ ഞാൻ ആയുധം എടുക്കില്ല. അവസാനം ഭഗവാൻ ആയുധം എടുക്കണം. ആയുധം എടുക്കില്ല എന്ന് ശപഥം ചെയ്തതാ. എന്നിട്ട് ചക്രവും എടുത്തിട്ട് പോകുന്നു. അപ്പോഴാണ് അർജുനൻ പിടിച്ചു വെക്കുന്നത് ഭഗവാനെ ചെയ്യരുതെന്ന്. അവിടെ ഭഗവാൻ ഒരു ധർമ്മം ഉപദേശിക്കുന്നുണ്ട്. കർത്തും അകർത്തും അന്യതാ കർത്തും അഹമേവ ശക്യ അർജുന, നീ മിണ്ടാതിരി എന്ന്. ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിലുണ്ട്. കാരണം ഞാൻ കർമ്മത്തെയും അകർമ്മത്തെയും വികർമ്മത്തെയും ഒക്കെ കണ്ടവനാണ്. അത് നിനക്ക് പിടികിട്ടില്ല. അതുകൊണ്ട് എന്റെ ഈ ഗതി ഗഹനമാണ്. അതുകൊണ്ട് കണ്ടോ നിങ്ങൾ, ഭഗവാന്റെ ഇത് 2 ഭാവങ്ങളുണ്ട്, കാണണം. ഒരു ഭാഗത്ത് ഭഗവാൻ വസ്ത്രം അപഹരിക്കുന്നുവെങ്കിൽ ഒരു ഭാഗത്ത് ഭഗവാൻ വസ്ത്രം ദാനം ചെയ്യുന്നു. ഗോപികമാരിൽ നിന്ന് എടുക്കുന്നു, അതേ സമയത്ത് ദ്രൗപദിക്ക് ഇവിടെ കൊടുക്കുന്നു. രണ്ടുമുണ്ട്, 2 തലങ്ങളാണത്. കൃഷ്ണനെ പരിചയപ്പെടുത്താൻ ആവുന്ന ശ്രമം നടത്തിയിട്ടുണ്ട് ഭാഗവതത്തിലൂടെ. പക്ഷെ നമുക്ക് പിടി കിട്ടുന്നില്ല എന്ന് പറയാം. എന്താ ചെയ്യാ? നമ്മൾ തലങ്ങളെ എടുത്ത് പരിശോധിക്കുന്നില്ല.
യഹ യാതൊരുവൻ പശ്യേത് കാണുന്നു, മനുഷ്യേഷു മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ അവൻ ബുദ്ധിയുള്ളവനാ. ഇതൊരു കാണലാണ്. ഇതിനാണ് ദർശനം എന്ന് പറയാം. കണ്ണുരുട്ടിയിട്ട് ഇങ്ങനെ ഇളക്കുന്നില്ലല്ലോ എന്നല്ല. ഈ കാഴ്ച മൂന്നാം കണ്ണുകൊണ്ടാണ്. അത് കണ്ണുവേദനിക്കും അധികം നോക്കിക്കഴിഞ്ഞാൽ. ഇനി നിങ്ങളിങ്ങനെ നോക്കരുത്. കറങ്ങുന്ന ഫാനിൽ കറങ്ങാതിരിക്കുന്ന എന്താ ഉള്ളത്? കറക്കത്തിൽ സ്വാമി ഇപ്പൊ പറഞ്ഞ എന്താ? കറക്കത്തിൽ കറക്കമില്ലായ്മ. കറക്കമില്ലായ്മയിൽ കറക്കം. നമ്മൾ കറങ്ങും. അങ്ങനെ ശ്രമം നടത്തരുതേ. ഈ അറിയല് ഇതാണ് നമ്മുടെ മൂന്നാം കണ്ണ്. അതുകൊണ്ടാണ് മൂന്നാം കണ്ണ് തുറന്നാൽ ലോകമില്ലാണ്ടാവും എന്ന് പറയുന്നത്. ലോകമില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ എന്താ ലോകമില്ലാതെയാവുക? ദേശകാലങ്ങൾ അസ്തമിച്ച് ഏകീഭാവത്തിലേക്ക് വരിക. അല്ലാതെ മനുഷ്യന്മാരൊക്കെ ചത്തുപോവുക എന്നല്ല ആളുകൾ അങ്ങനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശിവന്റെ മൂന്നാം കണ്ണുള്ള ചിത്രമൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല, ദോഷമാണ്. അഥവാ മൂന്നാം കണ്ണ് തുറന്നാൽ കഴിഞ്ഞു കഥ. അതെ, കഴിയും, കഥ മുഴുവൻ കഴിയും, പിന്നെ കഥയില്ല. ഇപ്പൊ കഥ ഇങ്ങനെ നീണ്ടു പോവുക, കഥ അവസാനിക്കുന്നില്ല. പല കഥകളും അങ്ങനെയല്ലേ. 3 വർഷമായി ഒരു സീരിയലിൽ നായിക എപ്പോഴും പ്രസവിച്ചിട്ടില്ല, കയാത് പോലും തോറ്റുപോകുന്നു പറയാൻ. കഥ തൊഴിലേറിയാണ്. അതുകൊണ്ട് ആരാണത് കാണുന്നത്? ഇതൊരു കാഴ്ചയാണ്. ഈ കാഴ്ച ഇതാണ് ഉൾക്കാഴ്ച എന്ന് പറയുക. ഇത് കാണുന്നവൻ ബുദ്ധിമാനാണ്. അവൻ എന്താണ്? മനുഷ്യേഷു ബുദ്ധിമാൻ സഹ അവൻ കൃഷ്ണകർമ്മകൃത്. ഭഗവാൻ പറയുന്ന വാക്ക് നോക്കൂ. കൃഷ്ണകർമ്മകൃത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ കർമ്മം ചെയ്യുന്ന യുക്ത. യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗി എന്നാണ്. അവനാണ് യോഗി, എല്ലാം ചെയ്തു തീർന്നവൻ. അല്ലെങ്കിൽ അവന് ആ കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാം. അല്ലാതെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസാര കാരണങ്ങളെ കൊണ്ട് മതി, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും അബദ്ധമാണ്, എന്ത് തുടങ്ങിയാലും അബദ്ധം, ഞാൻ അത് ചെയ്തു നോക്കി, ഇത് ചെയ്തു നോക്കി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നിട്ടൊന്നും എന്താ പറയാ, പച്ച പിടിക്കുന്നില്ലല്ലോ സ്വാമി, അത് ചെയ്തു, ഇത് ചെയ്തു, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. കർമ്മത്തിന്റെ ആ സിദ്ധാന്തം അറിയില്ല എന്ന് പറയും. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്കെപ്പോഴും ഈ സാഹചര്യങ്ങൾ അറിയണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോമർസെറ്റ് മോം എന്ന് പറഞ്ഞ വലിയ കഥാകാരനാണ്. അദ്ദേഹത്തിന്റെ കപ്പ്യാർ എന്നുള്ള ഒരു കഥയുണ്ട്, വളരെ ഗംഭീരമാണ്. അപ്പോ ഒരു പള്ളിയിൽ പുതിയ വികാരിയച്ഛൻ വരുന്നതാണ്. വികാരിയച്ഛൻ വന്നിട്ട് അദ്ദേഹം കുറച്ച് ഡൈനാമിക്കാണ് ആള് എന്ന് പറയാം. അദ്ദേഹം ഈ കപ്പ്യാരോട് ചോദിച്ചു, കപ്പ്യാർക്ക് അക്ഷരാഭ്യാസം ഇല്ല എന്ന് വികാരിയച്ഛൻ അറിഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങ് അക്ഷരാഭ്യാസം അറിയണം, എഴുത്തും വായനയും പഠിച്ചേ പറ്റൂ. 3 മാസം എന്തോ സമയം കൊടുത്തു. ഇയാള് പറഞ്ഞു നടക്കില്ല. അപ്പൊ ശാഠ്യം പിടിച്ചപ്പോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്, ഇത്രയും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു, ഇനി അത് പറ്റില്ല പറഞ്ഞു. എനിക്ക് ആ രീതി വഴങ്ങില്ല ഇനി അങ്ങോട്ട്. എന്നാ ശരി, ഇവിടെ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ന്യായമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള തുകയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് പറഞ്ഞുവിടുക, പിരിച്ചുവിട്ട ഈ ആള് കപ്പ്യാര് അങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാം, ദുഃഖം തീർക്കാൻ ഒരു സിഗരറ്റ് വലിക്കാന്ന് വിചാരിച്ചു, ഒരു ചുരുട്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചുരുട്ടില്ല. പിന്നെ ഇയാൾക്ക് ആലോചിച്ച്, എന്നെ പോലെ ദുഃഖിതരായ പലരും ഉണ്ടാവുമല്ലോ ചുരുട്ട് വലിക്കാൻ താല്പര്യമുള്ളവർ, ഒരു ചുരുട്ടുകട തുടങ്ങിയാൽ എന്താണ്, സിഗരറ്റ് കട. അങ്ങനെയാണ് അത്ര അദ്ദേഹം ആദ്യം ഒരു സിഗരറ്റ് കട തുടങ്ങുന്നു. അതിൽ നല്ല വിജയം കണ്ടെത്തി. ആ പട്ടണത്തിൽ അദ്ദേഹത്തിന്റെ കടകൾ ഒരുപാട് വന്നു, വലിയ കാശുകാരനായി. ഒരിക്കൽ ബാങ്ക് മാനേജർ ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സർ, അങ്ങയുടെ ഇതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്, ഇതിന്റെ ഡെപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി അങ്ങ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ബുദ്ധിമുട്ടാത്. ചുരുക്കി പറഞ്ഞ മാനേജർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല. ഓ, മാനേജർ അത്ഭുതപ്പെട്ട് ചോദിക്കുക, എഴുത്തും വായനയും നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. നിങ്ങൾ എഴുത്തും വായനയെ അറിഞ്ഞിരുന്നെങ്കിൽ ആരായനെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കപ്പ്യാരായനെ, അതിനപ്പുറത്ത് ഞാൻ ഒന്നും ആവില്ല എന്ന് പറയും. അറിയാത്തതുകൊണ്ട് എന്റെ ഭാഗ്യം അല്ലേ. അപ്പൊ നമ്മൾ ഈ സാഹചര്യത്തിൽ ഈ ഒരു ദീർഘദർശനമില്ലാത്തത് കൊണ്ടാണ്.
ഞാൻ അത് ചെയ്തു എന്നിട്ട് ശരിയായില്ല, ഇത് ചെയ്തു ശരിയായില്ല, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാം എന്ന് പറയും. നിങ്ങൾ തന്നെ പറയും. അപ്പോഴേക്കും ഭാര്യയുടെ പണ്ടം മുഴുവൻ തീർന്നിട്ടുണ്ടാവും, സ്ത്രീധനം എല്ലാം കലാശിച്ചു. അതുകൊണ്ട് കർമ്മത്തിന്റെ രഹസ്യങ്ങൾ അറിയണം. കർമ്മത്തിന്റെ രഹസ്യം അറിഞ്ഞാൽ കർമ്മത്തിന്റെ ഫലം നമുക്ക് മനസ്സിലാവും എന്താണ്. അതിൽ നിന്ന് നമുക്കൊരു പ്രചോദനം ഉണ്ടാവും. ഇത് നിരാശയാണ് ഫലം. എന്തിനും നിരാശ. നല്ല ശമ്പളമുള്ള ആളാ, എന്നാലും ആ 1-ാം തീയതി മുഖം കാണണ്ടേ. കാരണം ആരെങ്കിലും കടം ചോദിക്കുക എന്നുള്ളൊരു പേടിയാ. മേടിക്കുമ്പോൾ പറയാം ഒരുപാട് കൊടുക്കാനുണ്ട്, ഇതൊന്നും പോരാ, എന്തെങ്കിലും ആദ്യം ഇതറിയും. ഇതറിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയാം. കർമ്മത്തിന്റെ രഹസ്യം അറിഞ്ഞാൽ കർമ്മത്തിന്റെ ഫലം നമുക്ക് മനസ്സിലാവും എന്താണ്. അതിൽ നിന്ന് നമുക്കൊരു പ്രചോദനം ഉണ്ടാവും. ഇത് നിരാശയാണ് ഫലം. എന്തിനും നിരാശ. നല്ല ശമ്പളമുള്ള ആളാ, എന്നാലും ആ 1-ാം തീയതി മുഖം കാണണ്ടേ. കാരണം ആരെങ്കിലും കടം ചോദിക്കുക എന്നുള്ളൊരു പേടിയാ. മേടിക്കുമ്പോൾ പറയാം ഒരുപാട് കൊടുക്കാനുണ്ട്, ഇതൊന്നും പോരാ, എന്തെങ്കിലും ആദ്യം ഇതറിയും. ഇതറിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയാം. തുടർന്ന് യസ്യ സർവേ ആരംഭാഃ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരുവന്റെ സർവേ സമാരംഭാഃ, സർവേ എല്ലാ സമാരംഭാഃ, അതായത് ഇവിടെ ഭഗവാൻ പറയുന്ന ഈ ശബ്ദങ്ങളൊക്കെ വളരെ കേമമാണ്. സമാരംഭാഃ എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ സമ്യക്, നല്ലവണ്ണം ആരംഭിച്ചത്. ഈ ആരംഭത്തിന് തന്നെ ഒരു നന്മയുണ്ട്. അതെങ്ങനെ തുടങ്ങണം എന്നാണ്. ചാടി ഇടിപിടി എന്നുള്ളതല്ല തുടക്കം. ആ തുടക്കത്തിന് തന്നെ ഒരു ധ്യാനാവസ്ഥിത മനസ്സോട് കൂടിയിട്ട് ആ കർമ്മങ്ങളെല്ലാം ആരംഭിക്കേണ്ടുന്നത്. ആരാണോ അങ്ങനെ എല്ലാ പ്രവൃത്തികളെയും സമാരംഭിച്ചിട്ടുള്ളത് കാമസങ്കൽപ്പ വർജിതാഹ, ആദ്യം അതിൽ ഉപേക്ഷിക്കേണ്ടത് അതാണ്. കാമസങ്കല്പങ്ങൾ, ആഗ്രഹവും സങ്കല്പങ്ങളും ഒഴിവാക്കിക്കൊണ്ട്. കർമ്മത്തിന്റെ ആരംഭം ആഗ്രഹങ്ങളെയും സങ്കല്പങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് എന്ന് പറയുമ്പം അങ്ങനെ ഒരു കർമ്മം തന്നെ ഉടലെടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോ ഉണ്ടാവും ചെയ്യും. ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു അമ്മ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ഒരു അവരുടെ താത്പര്യം, മക്കള് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി പാചകം ചെയ്യാറുണ്ടല്ലോ, എന്നാലും ആരായാലും അവർക്കുള്ള അവരുടെ ആഗ്രഹം, നന്നായിട്ട് കുട്ടികൾക്കാണ്, അവർക്ക് വയറ് നിറയണം, നന്നായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടാവും നമുക്ക്. അതുപോലും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. അവരന്റെ ക്ഷേമത്തിനായിക്കൊണ്ടുള്ളതാണ്. നമ്മുടെ സ്വാർത്ഥത പോലും ഇല്ല അവിടെ, അതും ഒഴിവായിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് കാമസങ്കല്പ വർജിതാഹ, ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ല. ഒരു യന്ത്രം കണക്കെ ആവുന്ന ഒരവസ്ഥ. നമ്മുടെ ഇന്നത്തെ യാന്ത്രികം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതല്ല. നമ്മൾ പറയുന്നത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പ്രവർത്തനത്തിനാണ് യാന്ത്രികം എന്ന് പറയാം. ഇതും അങ്ങനെ പറഞ്ഞു വരുമ്പം വേണമെങ്കിൽ യാന്ത്രികം എന്ന് വ്യാഖ്യാനിക്കാം. ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പം യന്ത്രത്തിന് ഈ പറഞ്ഞ വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രവർത്തിച്ചേ മതിയാകും. കാമസങ്കല്പവർജിതാഹ, ആഗ്രഹവും സങ്കല്പങ്ങളും ഒഴിഞ്ഞിട്ട് അതിനെ ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം, ജ്ഞാനാഗ്നി, അറിവാകുന്ന അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട കർമാണം, കർമ്മങ്ങളോട് കൂടിയിട്ടുള്ള തം, അവനെ, അവന്റെ വിശേഷണാണ് കർമ്മയോഗിയുടെ. എന്താ അവൻ ചെയ്യുന്നത്? അറിവാകുന്ന അഗ്നിയിൽ അവൻ ഈ കാമനകളെ മുഴുവൻ ഹോമിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഹോമകുണ്ഡത്തിലേക്ക് വന്ന്
ഹോമകുണ്ഡത്തിൽ ആഹുതി ചെയ്യുന്ന ഹോതാവ് എന്താണ് പറയുന്നത്? അഗ്നേ സ്വാഹ ഇദം ന മമ. ഓരോ ഹോമിക്കലിന്റെയും അവസാനത്തിൽ എന്താണ്? അഗ്നേ സ്വാഹ ഇദം ന മമ. ഇത് മോനെ എന്റേതല്ല. ഇങ്ങനെ തന്നെയാണ്. അഗ്നേ, ഇതാ ഞാൻ അങ്ങയിൽ അർപ്പിക്കുന്നു. സ്വാഹ അഗ്നിയുടെ പത്നിയാണ് അത്ര സ്വാഹ. രണ്ടുപേർ കൂടെയായിട്ടുള്ള സമർപ്പണം. ഇനി ഹോമത്തിന് അതിന് വേറെ ഓരോരോ തലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ യജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്റേതല്ലാതെ ആക്കുക എന്നതാണ്. അതുകൊണ്ടാണ് യാഗത്തിൽ ഏറ്റവും വലിയ യാഗം വിശ്വജിത് യാഗം എന്ന് പറയുന്നത്. എന്താ വിശ്വജിത് എന്ന് പറഞ്ഞാൽ? വിശ്വത്തെ ജയിക്കേണ്ടുന്നവന്, വിശ്വത്തെ ഒരുവന് ജയിക്കണമെങ്കിൽ വിശ്വജിത് യാഗം ചെയ്യണം. എന്താ വിശ്വജിത് യാഗത്തിന്റെ പ്രത്യേകത? ഈ എല്ലാം സമർപ്പിക്കണം, ഒന്നൊഴിയാതെ എല്ലാം കൊടുക്കണം. ഒരുവൻ ഉടമസ്ഥതാബോധം പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് അവൻ വിശ്വത്തെ ജയിക്കുന്നത്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള യാഗമാണ് വിശ്വജിത് യാഗം. അതിലാണ് കഠോപനിഷത്ത്, അതാണ് കഠോപനിഷത്തിന്റെ ആരംഭം. അപ്പോഴാണ് അച്ഛനോട് മകൻ പോയി ചോദിക്കുന്നത്, എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? പുത്രനെ പോലും കൊടുക്കണം അവിടെ യാഗത്തിൽ. പുത്രനെ ആർക്കാണ് കൊടുക്കുന്നത്? മൃത്യുവിനാണ് കൊടുക്കുന്നത്. പുത്രനെ മൃത്യുവിന് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഉപനയിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത്ര അങ്ങനെ ഒരു ചടങ്ങ് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ നമുക്ക് കൊടുക്കാനുള്ളത് മൃത്യുവിന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൊടുക്കുക എന്നല്ല. അതിപ്പോ നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഒക്കെ മൃത്യു എടുത്തോളും എല്ലാവരും. പിന്നെ അതിനു മുമ്പേ കൊടുത്തേക്കുന്നതല്ലേ നല്ലത്? ഒരു ഋഷിയുടെയൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ തന്നെ കുറേം കൂടെ നമുക്ക് മനസ്സ് കുറേം കൂടെ എന്താ പറയാ പാകപ്പെടണം. മരണത്തിന് കൊടുക്കുകയെ അയ്യോ അതെങ്ങനെ എന്നൊക്കെയല്ലേ നമ്മൾ ചോദിക്കുക. എടുക്കുന്ന ആളായ അദ്ദേഹം തന്നെയാണല്ലോ, അപ്പം പിന്നെ കൊടുക്കല്ലേ നല്ലത് അല്ലേ? എടുക്കാൻ അവകാശപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ എത്ര ഇതുണ്ടാവും, സൗകര്യം ഉണ്ടാവും. കൊടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹം എടുക്കും എന്നിരിക്കെ സമർപ്പിക്കില്ലേ നല്ലത്? ആണ് ഏറ്റവും നല്ലതെന്ന് പറയാം. അപ്പൊ അറിവാകുന്ന അഗ്നിയിലേക്ക്, എന്താ ഈ അറിവാകുന്ന അഗ്നി? ഈശാവാസ്യം ഇതം സർവം എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്, ജ്ഞാനാഗ്നി. അതിന്റെ മുകളിലൊരു അഗ്നി ഇല്ല എന്ന് പറയാം. അതിൽ കർമ്മങ്ങളെ മുഴുവൻ, കർമ്മങ്ങളോട് ഹോമിക്കപ്പെട്ട അവനെ ബുധാഹ, ബുധന്മാർ, അറിവുള്ളവർ, അവനെ പറയണു എന്ത്? പണ്ഡിതം ഇതി ആഹു. അവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് പാണ്ഡിത്യത്തിന്റെ കുറവുണ്ട് എന്ന് നേരത്തെ ഭഗവാൻ 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ പണ്ഡിതന്റെ ലക്ഷണവും ഭഗവാൻ പറഞ്ഞിരിക്കുക. ആരാണ് പണ്ഡിതൻ? ആത്മവിഷയം അറിയുന്നവനെന്നും അതുപോലെ കർമ്മയോഗ രഹസ്യം അറിയുന്നവൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഷ എന്താ പറയാ, കുറെ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അയാൾക്ക് അതുണ്ട്, ഇതുണ്ട്, ഇതറിയാം, അതറിയാം, വ്യാകരണം അറിയാം, നിരുക്തി അറിയാം, അതറിയാം, പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ആള് പണ്ഡിതനാണ് എന്ന് പറയും. ഇവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇതാ ഭഗവാൻ പറയുന്നു, ഇതാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പം ആ സമർപ്പിക്കൽ, ഇന്ന് നമ്മുടെ ഈ നമുക്കും ഇന്നത്തെ സമർപ്പണമൊക്കെ ഉണ്ട്. സമർപ്പണം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. സമർപ്പണത്തിലാണ് പലരും പിടിച്ചു നിൽക്കുന്നത് തന്നെ, അല്ലേ? TV ചാനലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ സമർപ്പണത്തിലാണ്, ഡെഡിക്കേറ്റ് ചെയ്യുന്നതില്ല, അല്ലേ? ഒരു സമർപ്പണം, ഇത്തരത്തിലുള്ള സമർപ്പണമൊക്കെ നമുക്കറിയുള്ളൂ. അറിവാകുന്ന അഗ്നിയിലേക്ക് ഇതൊക്കെ സമർപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടുന്നതാണ്. ഇതെല്ലാം തന്നെ ധ്യാനത്തിൽ വെളിപ്പെട്ട് കിട്ടണം. നിശബ്ദമായി ഇരുന്ന് അതായത് നോക്കുക, ഇന്ന് രാത്രി പോവുക, വീട്ടിൽ പോയി കിടക്കുന്നതിന് മുൻപായിട്ട് എന്റെ കർമ്മങ്ങളെ മുഴുവൻ വിലയിരുത്തുക. എവിടെയൊക്കെ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ആളുകളുമായിട്ടുള്ള സംഭാഷണത്തിൽ എന്തൊക്കെ, അത് ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും ഭർത്താവിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് പലതും നിങ്ങളോട് നിർദ്ദേശിക്കാനുണ്ട്. ഗീതാ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്വകാര്യത ആവശ്യമാണ്.
അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ഈ കാര്യം മനസ്സിലാക്കുന്നതിന്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുറി തന്നെ തിരഞ്ഞെടുക്കാം. അത് പിണങ്ങിപ്പോയി കിടക്കാനല്ല, നല്ല നിലയ്ക്ക് തന്നെ നിങ്ങൾ 2 പേരും 2 മുറിയിൽ കിടക്കുകയാണെങ്കിൽ നല്ലതാണെന്ന്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് കുറച്ചു നേരം ഇതൊക്കെ ഒന്ന് അറിയണം, ഒന്ന് ധ്യാനിക്കണം എന്ന് തോന്നുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ധ്യാനിക്കണം തോന്നുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു അറിയാനുള്ള ഇതിനുള്ള ഒരു പരിശ്രമം ഉണ്ടല്ലോ. ഇനി നീ ഇരിക്കും, നീ വന്നിട്ടേ ഞാൻ ഇരിക്കുന്നുള്ളൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം, 1 2 3 ഇരിക്കാം. ഇങ്ങനെയാണ് ചിലരുടെ കാര്യത്തിൽ. അത് വല്ലാത്ത കഷ്ടം. നിന്റെ ധ്യാനം ശരിയായ എന്റെ കുറേശ്ശെ, എന്റേത് കുറേശ്ശെ. ഇപ്പൊ ഇവിടെ എത്തി, ഞാനിത് അവിടെ എത്തി. ഭയങ്കര ഇവരിങ്ങനെ ഒരുമിച്ച് അങ്ങനെ പുരോഗമിക്കുന്നത് വല്ലാത്തൊരു പുരോഗതിയാണത്. അങ്ങനെ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, പുരോഗമിക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയാ ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ, ഇതൊക്കെ ഒന്ന് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇത് നടക്കുന്നുണ്ടോ, പലതും നടക്കുന്നുണ്ടാവും, ഇതിലെവിടെയാണ് വ്യക്തത ഇല്ലാത്തത്, ഇതിനൊക്കെ നമ്മൾ എന്തു വേണം, നമ്മളൊരു സമയം കണ്ടെത്തണം. അത് ഒരാളെയും നിങ്ങൾ അറിയിക്കേണ്ട, നിങ്ങളുടേതായിട്ടുള്ള സമയമാവട്ടെ. എല്ലാവരെയും വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ ഒന്ന് ആലോചിക്കും. അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, വളരെ നല്ലതല്ലേ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് അറിവാകുന്ന ഈ അഗ്നിയിലേക്ക് എല്ലാറ്റിനെയും ഹോമിച്ചോളൂ. അതേസമയം ഈ രാത്രി കിടന്നുറങ്ങുന്നതേ സംഘർഷങ്ങളോട് കൂടിയിട്ടാണെങ്കിൽ ഒരിക്കലും നല്ലൊരു പ്രഭാതം കിട്ടില്ല എന്ന് പറയാം. ഈ എല്ലാം എരിഞ്ഞ് അടങ്ങി ആ ചാമ്പലായി കഴിഞ്ഞാൽ ആ ചാരം അത് വേഗം, അത് ശുദ്ധമാണ്. ചാരം അതുകൊണ്ടല്ലേ ചാരം എടുത്ത് ഭസ്മം എടുത്ത് ധരിക്കുന്നത്. അതിനെ എന്താ പറയാന്നറിയോ, ഈ വിഭൂതി എന്നാ പറയാ, ഇല്ലേ? അതായത് ഇത് അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് വിഭൂതിയാണ്. ഇങ്ങനെ വിഭൂതിയാക്കി മാറ്റണം നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ, അറിവാകുന്ന അഗ്നിയിൽ ഹോമിച്ച്. അവൻ പണ്ഡിതനാണെന്ന്. എന്നിട്ടോ ആ വിഭൂതി അങ്ങോട്ട് ധരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ വെറുതെ അങ്ങോട്ട് ധരിച്ചോണ്ട് കാര്യമൊന്നുമില്ല. എന്നാലും അങ്ങനെ എന്താ പറയാ സാങ്കല്പികമായിട്ടുള്ള ഒരു വിഭൂതി അങ്ങോട്ട് അണിയാമെന്ന് പറയാം. ആ വിഭൂതിയാണ് സന്യാസത്തിന്റെ ലക്ഷണം. ഇത് ദിവസവും രാത്രി നമ്മൾ ചെയ്യേണ്ടതാണ്. അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കരച്ചിലൊക്കെ വരും. കരഞ്ഞോളൂ, നാട്ടുകാർ കേൾക്കരുത്, അടുത്തുള്ള ആളും കേൾക്കണ്ട. ചിലപ്പോൾ അടുത്തുള്ള ആള് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുമ്പം നിങ്ങൾ അതിനനുസരിച്ച് കരച്ചിലിന്റെ ഒരു സ്റ്റൈലൊക്കെ എന്നുണ്ടാക്കും. വേണ്ട, അതൊന്നും വേണ്ട. കാരണം നമ്മുടെ സങ്കടം ആരെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടായിരിക്കണം. ആരുണ്ടാവരുത്. ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങട്ടെ, നമ്മൾ കേൾക്കട്ടെ. നമ്മളുമായിട്ടൊന്ന് സാമ്യപ്പെടാനുണ്ട്. ഈ സാമ്യപ്പെടല് ധ്യാനത്തിലാണ് സംഭവിക്കുന്നത്. അവിടെയാണ് ഇതെല്ലാം ചുരുളഴിയുന്നത് എന്ന് പറയും. ഇതെല്ലാം ഉരുക്കഴിക്കാൻ നമുക്ക് സാധിക്കുക അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെ മുഴുവൻ ഇന്ന് ഞാൻ രാവിലെ മുതൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു? ബുദ്ധ വിഹാരത്തിലേക്ക് സത്യാന്വേഷണത്തിന് വന്ന ഒരു എന്താ പറയാ സാധകൻ 15 വർഷം ഗുരുവിന്റെ സവിധത്തില് ആ ആശ്രമത്തിൽ കഴിഞ്ഞു. ഗുരു പറഞ്ഞു, ഞാൻ എപ്പോഴാണോ വിളിക്കുക ആ സമയത്ത് പഠിക്കാൻ റെഡി ആയിക്കൊള്ളണം. അതുവരെ ഒന്നും ഞാൻ പറയില്ല, ഇവിടുന്ന് കിട്ടിയത് കഴിക്കുക, അങ്ങനെ കഴിയാം, അത്രയേ ഉള്ളൂ. പഠനമൊന്നുമില്ല. അവരുടെ പഠനമൊക്കെ അങ്ങനെയാണ്. 15 വർഷം കഴിഞ്ഞപ്പം ഗുരു ഇയാളെ വിളിച്ചു. അയാളൊരു മഴയത്ത് പുറത്തേക്ക് പോയതാ. ഗുരു ചോദിച്ചു, ഗുരുവിന്റെ അകത്തേക്ക് വിളിപ്പിച്ചു. ഗുരു ചോദിച്ചു, കൊട വെച്ചത് ചെരുപ്പിന്റെ ഇടത് ഭാഗത്താണോ കുടയിരിക്കുന്നത്, വലതു ഭാഗത്താണോ കുടയിരിക്കുന്നത്? ഗുരു അറിയില്ല, എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്ന് പോയി നോക്കി വരാം, ഒരു 15 വർഷം ഇവിടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. എപ്പോഴാണോ നീ അങ്ങേയറ്റം ജാഗ്രതയുള്ളവനായിരിക്കുന്നത്,
അപ്പോഴേ ഇതിനെ ഉൾക്കൊള്ളാൻ ആകൂ എന്നാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട, രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്തത് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചെമ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് പല്ല് തേക്കാനാണോ പോയത്, പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണോ ചായ വെച്ചത്, അതോ ഇതിന് മുൻപായിരുന്നോ, അതോ ഞാൻ ആദ്യം കുളിക്കാനാണോ പോയത്, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇങ്ങനെ നിരന്തരം ചെയ്യുന്നതിന് ഇതിനൊരു താളം വന്നിട്ടുണ്ടോ? ദിവസവും ചിലപ്പോൾ ചിലർ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് എഴുന്നേൽക്കുന്നത് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും. എന്നിട്ടായിരിക്കാം അവർ എഴുന്നേറ്റ് പോകുന്നത്. അല്ല ചിലപ്പോൾ ഭൂമിവന്ദനമൊക്കെ ചെയ്തിട്ട് ആയിരിക്കും. ചിലപ്പോൾ എഴുന്നേറ്റ് നോക്കും, കുട്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് കൊടുക്കും, എഴുന്നേക്കടാവും. പിന്നെ ഇവരെന്ന് നോക്കും, എങ്ങനെ നന്നാവാൻ. ഇങ്ങനെയായിരിക്കാം ചില എഴുന്നേൽക്കൽ. അപ്പൊ പലതുണ്ട്. ഇത് തന്നെയാണോ ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്ന് മാറി ചെയ്തിട്ട് അതിനെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് കുറച്ച് മാറ്റം. അപ്പൊ ഇതിനെ നമ്മൾ അറിയണം എന്ന് പറയാം. വീക്ക് 12 മണിക്കാണ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് കിടന്നുറങ്ങിയത് എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ രാവിലെ വീണ്ടും പുട്ടും കടലയും ഒരു 10 കുറ്റി ഉണ്ടാക്കില്ല. ചിലപ്പോ അതും കൂടെ ഓർക്കണേ. ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. വീട്ടിൽ എന്താ പറയാ, ഉച്ചയ്ക്ക് സദ്യയാണ്, രാത്രി വീണ്ടും ഒരു സദ്യ. എല്ലാം കൂടെ ഒരുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയ്യോ ഇത് ഇത്രയും ബാക്കിയിരിക്കുന്നല്ലോ. ജാഗ്രതയില്ല നമുക്ക് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ട് ഇഡലി ഇന്ന് അധികമായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഡലി ഇന്ന് തികഞ്ഞില്ല? ചില അമ്മമാർക്ക് അറിയാം, ഇന്ന് കളിച്ചു വരുന്ന കുട്ടികൾക്ക് വിശപ്പ് കൂടുമെന്നറിയാം. അല്ലേ? കളിച്ചു വരുമ്പോൾ അവര് അതിനനുസരിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. വീട്ടില് എന്താ പറയാ, പഴയ സ്റ്റോക്ക് ഒക്കെ തീർക്കുന്നത് അപ്പോഴാ. അപ്പൊ അതൊരു തന്ത്രമാണ്. അല്ലെങ്കിൽ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ നമ്മൾ വീട്ടില്, നമ്മുടെ അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ നാം ഇത് അഭ്യസിക്കേണ്ടതാണ്. അല്ലാതെ ഇതിന്റെ തലം വേറെ ഒന്നല്ല. അതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് നോക്കുക. എല്ലാ കർമ്മത്തിനും മുൻപായിട്ട് ഒരു ധ്യാനം ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആർക്കായിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോണ്ടല്ലോ എന്തൊരു രസമായിരിക്കുന്നറിയോ. കാരണം എന്നിലാണ് ഇത് വന്നത്, ഈ ഉത്തരവാദിത്വം. ഇത് വെറുതെ ഇങ്ങനെ പറയാം, ഞാനാണ് ഇവനെ ഇങ്ങനെയാക്കിയത്, ഞാനാണ് ഇവനെ ഇങ്ങനെയാക്കിയത്. നിങ്ങളൊന്നുമല്ല. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ആണ് ഭഗവാന് പറയാനുള്ളത്. ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം തമാഹു പണ്ഡിതം ബുധാഃ. തുടർന്ന് ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തഃ നിരാശ്രയഃ കർമ്മണി അഭിപ്രവൃത്തഃ അപി നൈവ കിഞ്ചിത് കരോതി സഃ. സഹ അവൻ, ആര്? പണ്ഡിതൻ, ആ ബുദ്ധിമാൻ. കർമ്മഫലാസംഗം, കർമ്മത്തിന്റെ ഫലരൂപത്തിലുള്ള ആസക്തി, സംഘമില്ലായ്മ, അല്ലെങ്കിൽ അതിന്റെ ആസക്തിയെ തെറ്റുക, കളഞ്ഞിട്ട്. അപ്പൊ കർമ്മഫലമാകുന്നതിൽ ആസക്തി ഒട്ടും ഇല്ലാത്തവനായി കഴിഞ്ഞാൽ എന്താണ് അവന്റെ ലക്ഷണം? നിത്യതൃപ്ത. അവൻ നിത്യവും തൃപ്തനാണ്. മാസം 1-ാം തീയതി മാത്രമല്ല തൃപ്തൻ എന്ന് പറയാം. 1 മുതൽ 15 വരെ തൃപ്തനാണ്. പിന്നെ 16, 17 മുതൽ ഇയാളുടെ ഭാവവും, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലൊക്കെ ദേഷ്യ. 28, 29 ഒക്കെ ആവുമ്പോണ്ടല്ലോ, 25 മുതലൊക്കെ പിന്നെ അടുത്തേക്ക് പോകണ്ട ആരും. നിത്യതൃപ്ത, നിരന്തരം തൃപ്തനായിട്ടുള്ള, നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാത്തവനായിട്ട്. ആശ്രയിച്ചിട്ടുള്ളത് ഏകമായ ആ സദ്വസ്തുവിനെയാണ്. അതുകൊണ്ട് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതായിട്ടില്ല. കർമ്മണി, എന്നാൽ കർമ്മത്തിൽ അഭിപ്രവൃത്ത അഭിപ്രവൃത്ത എന്ന് പറഞ്ഞാൽ നേരിട്ട് പ്രവർത്തിക്കുന്നവനാണ്. അവൻ അതിന്റെ നേതാവാണ്. അതുകൊണ്ടാണ് ജനകനെ പറഞ്ഞത്. ജനകൻ പ്രവൃത്തി ചെയ്യുന്നു. ജനകൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷെ ജനകൻ എന്തില്ല? പ്രവർത്തനങ്ങളിൽ സംഘമില്ല. അതുകൊണ്ട് അവൻ നേതാവാണ് എന്ന് പറയാം. ഇവിടെ പറയുന്നു അഭിപ്രവൃത്ത അഭി, നേരിട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ന കരോതിയേവ, അവനൊന്നും ചെയ്യുന്നില്ല. നിത്യതൃപ്ത, നിരന്തരം തൃപ്തനായിട്ടുള്ള, നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാത്തവനായിട്ട്, ആശ്രയിച്ചിട്ടുള്ളത് ഏകമായ ആ സദ്വസ്തുവിനെയാണ്. അതുകൊണ്ട് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതായിട്ടില്ല. കർമ്മണി, എന്നാൽ കർമ്മത്തിൽ അഭിപ്രവൃത്ത അഭി, അഭിപ്രവൃത്ത എന്ന് പറഞ്ഞാൽ നേരിട്ട് പ്രവർത്തിക്കുന്നവനാണ്. അവൻ അതിന്റെ നേതാവാണ്. അതുകൊണ്ടാണ് ജനകനെ പറഞ്ഞത്. ജനകൻ പ്രവൃത്തി ചെയ്യുന്നു, ജനകൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജനകൻ എന്തില്ല? പ്രവർത്തനങ്ങളിൽ സംഘമില്ല. അതുകൊണ്ട് അവൻ നേതാവാണ് എന്ന് പറയാം. ഇവിടെ പറയുന്നു അഭിപ്രവൃത്ത അഭി, നേരിട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് ന കരോതിയേവ, അവനൊന്നും ചെയ്യുന്നില്ല. അവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഇപ്പൊ നമുക്കിങ്ങനെ ഒരു എളിമയൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോ. അത് തന്നെ ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അല്ല, അങ്ങാണ് ഇതൊക്കെ ചെയ്ത്, അയ്യോ സ്വാമി ഞാൻ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ പറയരുത്, എനിക്ക് വേദനയാവും. വല്ലാത്ത എളിമയാണ്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാം ഭാരതത്തിൽ 2 മഹാത്മാക്കളാണ്. ഒന്ന് മഹാത്മജി, പിന്നെ എനിക്ക് എന്റെ എളിമ കൊണ്ട് പറയാൻ വയ്യ എന്ന്. പലരും പറയുന്നു എന്റെ പേര്, പക്ഷെ എന്റെ എളിമ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയാം. ഇങ്ങനെ അങ്ങോട്ട് ഈ എളിമ, അത് എളിമയല്ല. അതുണ്ടല്ലോ, അമ്പലത്തിലൊക്കെ എന്തെങ്കിലും കൊടുക്കും, എന്നിട്ട് പറയും ഒരു ഭക്തൻ, എന്നാ എഴുതി വെക്കാം അവിടെ. അത് എഴുതും ആ കോളത്തിൽ ഒരു ഭക്തൻ. എന്നിട്ട് അമ്പലത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് പറയും ഈ ഭക്തൻ ഞാനാണ്. എല്ലാവരോടും പറയും. നീ കണ്ടിട്ടുണ്ടോ അവിടെ ആനക്കൊട്ടലിന്റെ തൂണില്ലേ? 8 തൂണുണ്ട്. അതിലൊരു തൂണിൽ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ പേര് എഴുതി വെച്ചു, ഞാൻ മാത്രം അതിലൊരു ഭക്തൻ എഴുതി വെച്ചു. ബാക്കി ആരും പറയാറില്ല. കിഞ്ചിത് ന കരോതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഞാൻ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ജയ്പൂർ മഹാരാജാവ് വിവേകാനന്ദ സ്വാമികൾക്ക് അമേരിക്കയിലെ മതമഹാസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ജയ്പൂർ മഹാരാജാവ് വിവേകാനന്ദ സ്വാമികൾക്കൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഗംഭീര സ്വീകരണമായിരുന്നു. അപ്പം മഹാരാജാവിന്റെ സ്വീകരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ വിളിക്കുക, പിന്നെ വിശേഷപ്പെട്ട വേറെ ആരെങ്കിലും വിളിച്ച്, പാട്ടുകാരോ നൃത്തം ചെയ്യുന്നവരോ അവരെയൊക്കെ വിളിച്ചൊരു ജയ്പൂർ മഹാരാജാവ് അങ്ങനെ തന്നെയാണ് ചെയ്തത്. അന്നത്തെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ഡാൻസുകാരി, അവരായിരുന്നു അന്ന് ഡാൻസ് കളിക്കാൻ റെഡിയായത്. അപ്പൊ സമയമായപ്പോൾ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾക്ക് ദേഷ്യം വന്നതാണ്. സ്വാമിജി പറഞ്ഞു, ഇങ്ങനത്തെ ഇതിനൊന്നും ഞാൻ ഇരിക്കില്ല, ഇതൊന്നും കാണാൻ, ഞാൻ എന്താ ഒരു സന്യാസിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി മുറിയിൽ കയറി കഥ അടച്ചു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്. മറ്റുള്ള രാജാവിന് വളരെ വിശേഷപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രാജാവിന് വല്ലാത്ത വിഷമായി. രാജാവ് പറഞ്ഞു, നോക്കൂ, എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു സമ്പ്രദായം ഇതൊക്കെയാണ്. കുറച്ച് മുന്തിരി ജ്യൂസൊക്കെ ആളുകൾക്ക് കൊടുക്കും, അപ്പൊ ഇതൊക്കെയായിരുന്നു, അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ അതൊന്നും കൂട്ടാക്കിയില്ല എന്നാ. സ്വാമിജി കഥ കടച്ചു, അകത്തിരുന്നു. അപ്പൊ ഇവര് ഈ പാടാൻ വന്ന, പാട്ടുപാടി ഡാൻസ് കളിക്കാൻ വന്ന അവരും അറിഞ്ഞു സ്വാമിജി ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന്. ഏതായാലും അവര് നല്ല ഗംഭീരൻ ഒരു ഗസല് അവരങ്ങോട്ട് അവതരിപ്പിച്ചു. അവരുടെ പാട്ട് തന്നെ വളരെ ഗംഭീരായിരുന്നു. അവര് പാടിയെന്നാണ്. അങ്ങ് ആരാണ്? അങ്ങ് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ്. അങ്ങ് വലിയൊരു മഹാപ്രഭു. ഞാനൊന്നുമല്ല, ഒരു കീടം കണക്കെ, ഞാൻ പാപിയെന്നു അങ്ങനെയൊക്കെ ധ്വനിപ്പിക്കുന്ന ഒരു സംഗീതം അവരങ്ങോട്ട് ആലപിച്ചു. അതിന്റെ സന്ദേശം ഇതായിരുന്നു,
അങ്ങ് എല്ലാം പൊറുക്കുന്നവനും എല്ലാം അറിഞ്ഞവനും ഒരു ജ്ഞാനിയായിട്ടുള്ള ആള് എന്നെ പോലെ ഒരാളെ അങ്ങ് എന്തിനു വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമികൾക്ക് അകത്തിരിക്കാൻ പറ്റാതെ സ്വാമിജി പുറത്തേക്ക് ഇറങ്ങി. അവിടെ എന്താ പറയാ, അവിടെ പോയിട്ട് സ്വാമിജി അവിടെ പോയി അവളുടെ ഡാൻസും പാട്ടും കണ്ടു. അപ്പൊ പറയാം അവളുടെ കണ്ണുനീര്. പിന്നെ വിവേകാനന്ദ സ്വാമികൾ എഴുതിയത് പിന്നെ രാത്രി ഡയറിയിൽ വന്ന് എഴുതുമായിരുന്നു. അവളുടെ കണ്ണുനീര് അത്രയും പരിശുദ്ധമായിരുന്നു. അവളുടെ ഓരോ ചലനങ്ങളും അങ്ങേയറ്റം സമർപ്പിതമായിരുന്നു. ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞു ആ സത്യം എന്തെന്ന് പറയാം. അകത്ത് പുറത്താര് എന്നതല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചത് അകത്താരിയിരുന്നു എന്നതാണ് പ്രശ്നം. അകത്തുനിന്ന് അവൻ പുറത്തു ചാടിയതോടുകൂടി ഞാൻ വലിയ ശാന്തി അനുഭവിച്ചവനായി. അകത്തുള്ളിലും ഈർപ്പമുട്ടലുമായിട്ട് ഇരിക്കുകയാണ്, പുറത്തൊരു ഡാൻസ് നടക്കണു എന്നുള്ളത്. വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ ഏറ്റവും വലിയ രാമകൃഷ്ണദേവൻ തന്നെ പറയല്ലോ അത് അഗ്നിയാണ് എന്ന്. ഇങ്ങനെയൊരു നമ്മൾക്കും ഇത് സാധിക്കേണ്ടതാണ്. ഇത് സാധിക്കണം. ഭക്തന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭക്തന്മാർ ചിലതിനൊക്കെ എതിരാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ നമ്മളെ ചിലപ്പം ചില വീട്ടിലേക്കൊക്കെ വിളിക്കാറുണ്ട്. വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പം അവര് ആ രീതിയിലാണ് വീടിനെയൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക. ഇപ്പൊ സ്വാമിക്ക് വിശ്രമിക്കണം എങ്കിൽ വിശ്രമിക്കാനുള്ള മുറിയിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പരത്തി വെച്ചിട്ടുണ്ടാവും. കാരണം സ്വാമി ഇതല്ലേ വല്ല നല്ല നല്ല നോവലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയിട്ടുണ്ടാവും. ഒരു സാധനവും കാണാൻ പാടില്ല. സ്വാമി എവിടെ നോക്കിയാലും ആധ്യാത്മികത മാത്രമേ കാണാവൂ. എന്താണ് സ്വാമിയുടെ കാഴ്ചയിൽ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നിറയെ ഭഗവാന്റെ ഫോട്ടോകൾ, പിന്നെ ഈ പറഞ്ഞ പുസ്തകങ്ങൾ, എന്താ ആ പുരാണം, ഈ പുരാണം, വിഷ്ണു പുരാണം, എന്താ ഗരുഡ പുരാണം, ഇതെല്ലാം അങ്ങനെ അടിക്കി. പിന്നെ സ്വാമിയുടെ കിടക്കവരി കാവിയായിരിക്കണം. പിന്നെ സ്വാമിക്ക് തോർത്താനുള്ള തോർത്ത് കാവി തോർത്ത്, പുത്തൻ തോർത്ത്. അതുകൊണ്ട് തോർത്തിക്കഴിഞ്ഞാൽ വെള്ളം പോവില്ല, സ്റ്റിക്കർ വരെ ഉണ്ടാവും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ചോദിക്കുക അമ്മ അവിടെ ഉപയോഗിച്ച് വല്ല എന്താ പറയാ ഉണക്കി വെച്ചതുണ്ടെങ്കിൽ അത് തരും. പിന്നെ സ്വാമിക്കുള്ള സോപ്പിന്റെ പേര് സ്വാമി പറയുന്നില്ല. അതും തികഞ്ഞ ആധ്യാത്മികം. എല്ലാറ്റിലും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെലവാകുന്നത് തന്നെ. തേക്കുന്ന ബാമിൽ ആധ്യാത്മികം. അത് നിങ്ങൾ വിഭജിക്കാതിരിക്കണമെങ്കിൽ ഈ അറിവാകുന്ന അഗ്നിയിൽ ഇതെല്ലാം ഹോമിക്കപ്പെടണം. അറിവാകുന്ന അഗ്നിയിൽ ഹോമിച്ചിട്ടുള്ളവന്റെ കർമ്മത്തിന്റെ അവൻ എന്ത് ചെയ്യുന്നു? കർമ്മഫല സംഘത്തെ അവൻ ത്യജിക്കുന്നു. ആ ത്യാഗത്തിൽ നിന്ന് അവൻ നിത്യതൃപ്തനാകുന്നു. ആ നിത്യതൃപ്തി അവനുണ്ടാകുന്നതിന് അടിസ്ഥാനം അവൻ നിരാശ്രയനാണ് എന്നുള്ളത് തന്നെ. ആ നിരാശ്രയത്വം വന്ന ഒരുവൻ കർമ്മത്തിന്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് ഏറ്റവും ഉയർന്ന വിഹാരത്തിൽ അവൻ വിരാജിക്കും എന്ന് പറയാം. എന്നാലും അവൻ കിഞ്ചിത് ന കരോതിയേവ, അവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഇത് ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ചെയ്തതിന്റെ റിസൾട്ട് എടുക്കാൻ നമ്മൾ ശ്രമിക്കും. ഇവനൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? അവൻ കണ്ടിരിക്കണു കർമ്മങ്ങളിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും. അതുകൊണ്ട് അവനൊന്നും ചെയ്യണ്ട. തുടർന്ന് നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീ യതചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശി, ആശ ഒട്ടും ഇല്ലാത്തവനായി. നിരാശി എല്ലാം നമുക്ക് ആദ്യമുള്ളത് അതാണ്, ആഗ്രഹം. എന്തിനും തിരിച്ചാണ് ചോദിക്കാം. നിരാശി, ഫലകാംക്ഷ ഇല്ലാത്തവനായി. യതചിത്താത്മാ, ചിത്തത്തെ ആത്മാവിൽ ഉറപ്പിച്ച്, മനസ്സിനെ ആത്മാവിൽ ബോധത്തിലേക്ക് ഉറപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട്, ത്യക്ത സർവപരിഗ്രഹ, എല്ലാറ്റിന്റെയും ഉടമസ്ഥതയെ കൈവിട്ട്, ത്യക്ത സർവപരിഗ്രഹ, എല്ലാറ്റിനെയും. എന്നിട്ടോ ശാരീരം കേവലം കർമ്മ കുർവൻ, ശരീര സംബന്ധമായി
എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയേക്കരുത്. കാരണം തൽക്കാലം കുളിക്കുക ഇത്യാദി കാര്യങ്ങൾ മാത്രം അല്ല, ശരീരത്തിന് വേണ്ടി, ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ കർമ്മം, ചലനം ആണ്. കുറച്ചൊക്കെ നടക്കാമെങ്കിൽ ഈ രാവിലെ എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യമില്ലേ? എന്തായാലും നല്ലത് തന്നെ. ഒട്ടും നടക്കാതെയായപ്പോ പിന്നെ നമ്മൾ തുടങ്ങി, പിന്നെ ചില നടത്തത്തിന് വേണ്ടി ഒരു സമയം. പണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു, പണ്ട് എല്ലാം നടന്നു പോവുമായിരുന്നു. അപ്പൊ ശാരീരം കേവലം കർമ്മ, ശരീര സംബന്ധമായി മാത്രം കർമ്മത്തെ കുറുവൻ ചെയ്യുന്നവൻ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. എന്നാലും ഭഗവാൻ പറയുന്നു കിൽബിഷം ന ആപ്നോതി, അവൻ പാപത്തെ, അവൻ ഈ കർമ്മത്തിന്റെ, ഈ കർമ്മം കൊണ്ടുണ്ടാകുന്ന ബന്ധനമുണ്ടല്ലോ, അതവനെ ബാധിക്കുന്നതല്ല. ഇവിടെ പറയുന്ന, ഈ ശ്ലോകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിരാശയായിരിക്കണം, മനസ്സിനെ ആത്മാവിൽ, ബോധത്തിൽ നിർത്തുന്നവനായിരിക്കണം. സർവത്യക്ത പരിഗ്രഹ, എല്ലാറ്റിന്റെയും ഉടമസ്ഥയെ വിട്ടേക്കണം. എങ്കിലോ അവൻ തെറ്റിദ്ധാരണയ്ക്ക് വശംവദനാകുന്നില്ല, അവൻ പാപങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല എന്ന് പറയാം. യദൃച്ഛാലാഭസന്തുഷ്ടഃ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമഃ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടഃ ദ്വന്ദ്വാതീതഃ വിമത്സരഃ സമസിദ്ധൗ അസിദ്ധൗ ച കൃത്വാ അപി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ട, ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിചാരിതമായി വന്നു ചേർന്നിട്ടുള്ളതിലെല്ലാം തൃപ്തി ഉണ്ടായിരിക്കുക. നമുക്കിന്ന് ഇല്ലാത്തതും അതാണ്. ചിലരെ അങ്ങേയറ്റം തൃപ്തരാണ്. ചിലരെ സംബന്ധിച്ച്, എല്ലാവരെ സംബന്ധിച്ചും അല്ല, ചിലരെ സംബന്ധിച്ച് ചിലർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിലവർ തൃപ്തരാണ്. കിട്ടിയതിൽ, കിട്ടാത്തതിന്റെ കാര്യം വേറെ. അതിപ്പോ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും അയൽക്കാരനാണെങ്കിലും ജോലിയാണെങ്കിലും വസ്തുവകകളാണെങ്കിലും എല്ലാറ്റിലും, സർവോപരി നമ്മുടെ ശരീരം, പേര്, എല്ലാം. ചിലർക്ക് പേര് തന്നെ വലിയൊരു ഭാരമായിരിക്കും. കിട്ടിയ പേര് അങ്ങനെയുള്ള പേരായിരിക്കും. പിന്നെ അത് ഉപയോഗിക്കുക എവിടെയെന്നറിയോ? വല്ല പോലീസുകാരെന്തെങ്കിലും പിടിച്ചാൽ അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള പേരാണെങ്കിൽ അവർ പോയിക്കോളാൻ പറയും. അങ്ങനെയാണ്. ഈ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി പോയി. അപ്പം അവന്റെ അച്ഛന്റെ പേരും അവന്റെ പേരും എഴുതാം. അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് എഴുതി വിടും. അങ്ങനെയാണ്. അപ്പൊ അച്ഛന്റെ പേര് വിവാണ്ടകൻ എന്നാണ്. അപ്പൊ തന്നെ അത് എഴുതുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അവന്റെ പേര് ഋഷ്യശൃംഗൻ. അപ്പൊ അയാൾ എഴുതി സാബു എന്ന് എഴുതി. എന്നിട്ട് പറഞ്ഞു സാബു എന്ന് വിളിക്കുമ്പോൾ കയറിക്കൊള്ളണം. സാബു എന്ന് വിളിക്കും, അപ്പോ കയറുക. അല്ലാതെ ഇങ്ങനത്തെ പേരൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പേര് തന്നെ ഒരു വലിയൊരു ഭാരമായിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുണ്ട്. ഈ ഒരു കാലത്ത് ഓരോ സമയത്താണല്ലോ ഓരോരോ പാഷൻ. അങ്ങനെയൊക്കെ പേരിട്ടും. അതുമുതൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് നല്ല പേരായിരിക്കും, അതിൽ ചിലർക്ക് പേരിൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ചിലരുടെ പേര് പറയാൻ, എന്താ പേര് എന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ചിലർ ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ വിചാരിക്കും ഭഗവാനെ പേര് ചോദിക്കരുതേ. കാരണം ഒരു വല്ലാത്തൊരു പേര്. ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം ചോദിക്കും. എന്നിട്ട് സ്പെല്ലിംഗ് ഒക്കെ പറയാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ പേരിടുമ്പം ഒരു പേരിനൊന്ന് ഒരു ആ നാമം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി മാസം ജനിച്ചു, അതുകൊണ്ട് ഫെബി എന്ന് പേരിട്ടു. ഇല്ലേ? അങ്ങനെ അതും കൊണ്ടും ഇല്ലാത്തതൊക്കെ ഉണ്ട് കുറെ. പിന്നെ ആദ്യാക്ഷര അവസാനം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇല്ലേ? അപ്പൊ പേര് മുതൽ ഭാരമായിട്ട് തീരുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുന്നതെന്നിപ്പോ പറയാൻ. അതിപ്പോ ഞാനിങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇല്ലേ? ഞാനിപ്പം അമ്മാവന്റെ കൂടെ. അമ്മാവൻ എന്ത് ചെയ്യുന്നു? അമ്മാവൻ വെറുതെ ഇരിക്കുക അല്ലേ? ഇപ്പൊ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ കിട്ടിയ ജോലി വളരെ ഒരു വലിയ ശമ്പളമൊന്നുമില്ല എങ്കിൽ അതൊക്കെ പറയാൻ ഒന്നും വേണ്ട. എല്ലാം നമ്മൾ അതിൽ തൃപ്തരായിരിക്കണം.
നമ്മൾ തൃപ്തരല്ലെങ്കിലാണ് നമുക്ക് ഈ ചുറ്റുപാടിനെ എപ്പോഴും ഈ എന്താ പറയാ ഇഴുകിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് കളവ് പറയേണ്ടി വരണു, പലതും പറയേണ്ടി വരും. അത് ആവശ്യമില്ല. ആദ്യം നമ്മളത് ഇവിടെ ഭഗവാൻ പറയുന്ന എതിർച്ച ലാഭസന്തുഷ്ട. അതെന്താ? എതിർച്ചയാണ്, നിശ്ചയിച്ചുറപ്പിച്ച് കിട്ടിയിട്ടുള്ളതല്ല, അവിചാരിതമായി കടന്നു വന്നിട്ടുള്ളതാണ്. ഈ ശരീരം മുതൽ എല്ലാം അങ്ങനെയാണല്ലോ. ശരീരം കടന്നു വന്നത് തന്നെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പഴത്തിലൂടെയൊക്കെ ആയിരിക്കാം. ആ പഴം കാക്ക കഴിച്ചിരുന്നെങ്കിലോ കാക്കയുടെ കുട്ടിയായെന്നെ അല്ലേ? അത് നമ്മുടെ ഇപ്പൊ പപ്പായയിലായിരിക്കും. പപ്പ കഴിച്ചതുകൊണ്ടാണ് നമ്മളെന്തായാലും പപ്പായയിലൂടെ വന്നത് എന്നാ. അതുകൊണ്ടാണ് അത്ര ഈ പപ്പ എന്ന് പറയുന്നത് അങ്ങനെയാണ് അത്ര അങ്ങനെ ഉണ്ടായതാണെന്ന് പറയുന്നുണ്ട്. അതെ, കടന്നു വന്ന വഴി പപ്പായയിലൂടെ ആയതുകൊണ്ട്. ഇപ്പം കിട്ടിയത് പേര്, അതുപോലെ ശരീരം, അതുപോലെ പെൺകുട്ടികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ. നമുക്കൊരു കുട്ടി ജനിച്ചു, പെൺകുട്ടി എന്ന് പറയുമ്പം അത് പറയാനൊരു വിഷമമാണ്. അല്ലെങ്കിൽ ആദ്യം അയ്യോ സിസ്റ്റർ തന്നെ എങ്ങനെയാ ഞാനിത് അവരോട് പറയാ? കാരണം അവരുടെ 3 പെൺകുട്ടികളാണ്. 4ാമത്തെ ഞാൻ വിചാരിച്ചു ആൺകുട്ടി ആവുമെന്ന്. ഇവരാരും ഇതൊക്കെ വിചാരിക്കാൻ? കാരണം ഇവർക്ക് ചില്ലർ എന്തെങ്കിലുമൊക്കെ കിട്ടണേ, അതിനു വേണ്ടിയിട്ട് നമ്മളെങ്ങനെ പറയൂ? ഇതാണ് എന്നെയാണ് തോന്നുന്നത് എന്റെ നോട്ടത്തില്. ഞാൻ എങ്ങനെ പറയൂത്? ഈ അച്ഛൻ ഈ 4ാമത്തെയും പെൺകുട്ടി എന്ന് അറിഞ്ഞതോടുകൂടി ബോധം കിട്ടും. എടോ, കിട്ടിയതിൽ സന്തോഷമായിട്ടിരിക്കും. അതില് എതിർച്ച ലാഭ സന്തുഷ്ട. ഭഗവാൻ ഇവിടെ ഒരു വാക്ക് വെച്ചിട്ടുണ്ട്, ലാഭം. അത് നഷ്ടമല്ല, ലാഭമാണത് എന്ന് പറയാം. കിട്ടിയ ലാഭത്തിൽ, കിട്ടിയതുണ്ടല്ലോ അതൊരു ലാഭ, അതിൽ സന്തുഷ്ടനാകൂ. അതിപ്പം നിറത്തിലാണെങ്കിലും പൊക്കത്തിലാണെങ്കിലും വണ്ണത്തിലാണെങ്കിലും വണ്ണം കുറവിലാണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ സന്തുഷ്ടനായിരിക്കണം. ചുറ്റുപാടിലും എല്ലാം. ഞാൻ എന്തുകൊണ്ട് അമേരിക്കയിൽ ജനിച്ചില്ല? ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഈ സ്ഥലത്ത് കൊതുകുള്ള ഇവിടെയായി പോയി? ഇല്ല, അവിടെ ഇവിടെ. അപ്പൊ ഈ എതിർച്ച ലാഭസന്തുഷ്ട എന്നുള്ളതിൽ എല്ലാം പെടണം. എന്റെ കൂട്ടുകാര് എല്ലാം പറയണം. ദ്വന്ദ്വാതീത, ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, സന്തോഷം, സന്താപം ഇത്യാദി 2 എന്ന ഭാവന വിപരീത. ഇത് വിപരീതമാണ്. ഇതിനെ അതീതനായിരിക്കണം എന്ന് പറയാം. അതീതൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്തവനോ അതുമായി സാമ്യപ്പെട്ടവൻ. ദ്വന്ദ്വാതീതൻ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വത്തെ അറിഞ്ഞവൻ. അപ്പൊ സന്തോഷമാണെങ്കിൽ സന്തോഷമുണ്ട് എന്നറിഞ്ഞ് അതിന്റെ മുകളിൽ നിൽക്കുക. സങ്കടമാണെങ്കിലോ ഇപ്പൊ സങ്കടമാണ് എന്നറിയുന്നവൻ. മറ്റവൻ എന്താണെന്നറിയോ? ഓ, എന്നും എന്റെ ഗതി ഇതാണെന്ന് പറയും. അവൻ അതീതനല്ല. അതുകൊണ്ടാണ് ഇവർക്ക് കടന്നു പോവാൻ ബുദ്ധിമുട്ട്. അതിലിങ്ങനെ പിടിച്ചു നിൽക്കും. ഭഗവാൻ പറയുന്ന ഒരു ടെഫ്ലോൺ കോട്ടിംഗ് ആണ്. അതറിയില്ലേ ഇല്ലേ? നമ്മുടെ ഇപ്പൊ ചീനച്ചട്ടിയൊക്കെ അതാണല്ലോ, എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല, ടെഫ്ലോൺ അല്ലേ? ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഒരാൾ നിർവചിച്ചത് അങ്ങനെയാണ്, ടെഫ്ലോൺ എഡ്യൂക്കേഷൻ. കാരണം ഒട്ടിപ്പിടിക്കില്ല. 12 കഴിഞ്ഞു പോന്നാലും ഒന്നും ഉണ്ടാവില്ല. അതെ, ക്ലീനാണ്. മറ്റേലൊക്കെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും. വിമത്സരഹ, മാത്സര്യം ഒഴിയ. അതും കാരണം കർമ്മഫലത്തിൽ നമുക്ക് മത്സരം ഉണ്ടാവും. നമുക്ക് നമ്മളോടുണ്ടാവും, അതുപോലെ ചുറ്റുപാടിനോടും ഉണ്ടാവും. വിമത്സരഹ, മാത്സര്യം ഒഴിഞ്ഞിട്ടുള്ള ഭാവം. സിദ്ധൗ, സിദ്ധിയിൽ കിട്ടിയിട്ടുള്ളതിൽ സിദ്ധൗ, അസിദ്ധൗ കിട്ടാത്തതിൽ. സമ, തുല്യത. ഒന്നിന്റെ സാന്നിധ്യം, ഒന്നിന്റെ അസാന്നിധ്യം, തന്നിൽ ഇളക്കമില്ലായിക. ഇത് തന്നെ. ഒന്ന് ഉണ്ടായിരിക്കെ ഒന്ന് ഇല്ലാതിരിക്കെ തനിക്ക് യാതൊരു വിഷമവും.